Hello students, welcome back to Concept Angle Digital Classes. എൻ്റെ പേര് ജിജ സുധീർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമൈനിങ് പോർഷൻ ഓഫ് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ച് ആയിട്ട് ആദ്യം നടക്കുന്നത് എൻഡോസ്പേം ഫോർമേഷനാണ്. എംബ്രിയോ ഫോം ആകുന്നതിന് മുമ്പായിട്ട് എൻഡോസ്പേം ഫോർമേഷൻ നടക്കും. എൻഡോസ്പേം പ്രീസീഡ്സ് എംബ്രിയോ ഫോർമേഷൻ എന്നാണ് പറയുക. എന്തുകൊണ്ടായിരിക്കും? എംബ്രിയോയ്ക്ക് ഡെവലപ്പ് ആകേണ്ട ഫുഡ് മെറ്റീരിയൽസ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിരിക്കേണ്ടത് എൻഡോസ്പേമിലാണ്. അതുകൊണ്ട് എൻഡോസ്പേം ആദ്യം ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഡെവലപ്പ് ആകണം, അതിന് ശേഷമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ ഒരു എംബ്രിയോ സാക്ക് ഉണ്ടല്ലോ, എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, സൈനർജിൽ ഡീജനറേറ്റ് ചെയ്തു, എഗ്ഗ് സൈഗോട്ടായിട്ട് മാറി. പ്രൈമറി എൻഡോസ്പേം സെൽ എങ്ങനെയാണ് ഫോം ആയത്? അവിടെ ഒരു സെൻട്രൽ സെല്ലും പോളാന്യൂക്ലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സെൻട്രൽ സെല്ല് പോളാന്യൂക്ലിയ, ഈ പോളാന്യൂക്ലിയയിലേക്ക് ഒരു മെയിൽ ഗാമെറ്റ് വന്ന് ഫ്യൂസ് ചെയ്ത് അത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറി. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉള്ള സെല്ലാണ് പ്രൈമറി എൻഡോസ്പേം സെൽ. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഇനി ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് എൻഡോസ്പേം ആയിട്ട് മാറുന്നത് എന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഡിവൈഡ് ചെയ്ത് ഒരുപാട്, അപ്പോൾ നമുക്കറിയാം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്ലോയിഡ് ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് വിചാരിക്കൂ. പ്രൈമറി എൻഡോസ്പേം സെൽ, ഇതിൻ്റെ ഉള്ളിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ട്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് ഒരുപാട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ്, ഓരോന്നും ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഈ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾക്ക് നിറയെ റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ സാധാരണ രീതിയിൽ ഇതാണ് എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. ഇനി ആൻജിയോസ്പേംസിൽ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഫോർമേഷൻ ഉണ്ട്. നമ്മുടെ NCERT ദേ ഹാവ് ഗിവൺ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. സോ ലെറ്റ് മീ ഡിസ്ക്രൈബ് ദ ഫസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. ദെൻ വി വിൽ ഡിസ്ക്രൈബ് ദി remaining types. So let me describe the first type, that is free nuclear endosperm development. Free nuclear type എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഡിവൈഡ് ചെയ്ത് സെൻട്രൽ സെല്ല് നിറയെ ഫ്രീ ന്യൂക്ലിയസ് ഉണ്ടാകും. ഫ്രീ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ കാരിയോകൈനസിസ് മാത്രമാണ് നടക്കുന്നത്, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത്. അതിനുശേഷം സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സൈറ്റോകൈനസിസ് ഉണ്ടാവുന്നില്ല. അതായത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല, ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ട്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് മാത്രം, അപ്പോൾ സെല്ലായിട്ടില്ല, ന്യൂക്ലിയസ് മാത്രം. ഈ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിൽ അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് സെൽ വോൾ ഫോർമേഷൻ നടക്കുകയുള്ളൂ, പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ന്യൂക്ലിയ ഉണ്ടാകും. ന്യൂക്ലിയർ ഡിവിഷനിലൂടെ കാരിയോകൈനസിസിലൂടെ ന്യൂക്ലിയ ഉണ്ടാകും. ആ സെല്ലിൽ മുഴുവനും ഫ്രീ ന്യൂക്ലിയസുകളാണ് ഉണ്ടാകുക, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കില്ല. ശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുക. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നമുക്കറിയാവുന്ന ഒരു സീഡ് എന്ന് പറയുന്നത് നമ്മളുടെ തേങ്ങ, കോക്കനട്ട് എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ടിൻ്റെ ഉള്ളിലുള്ള കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. അതിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന വൈറ്റ് കെർണലാണ് സൈറ്റോകൈനസിസ് നടന്ന സെല്ലുലാർ എൻഡോസ്പേം. അപ്പോൾ സൈറ്റോകൈനസിസ് നടക്കുന്നതിന് മുമ്പും ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ ന്യൂക്ലിയസിന് മുഴുവനും ഒരു വാക്യൂൾ ഫോർമേഷൻ ഉണ്ടാകും. ആദ്യം തന്നെ ഒരു വാക്യൂൾ ഫോം ചെയ്യും. വാക്യൂൾ ഫോം ചെയ്ത് സൈറ്റോകൈനസിസ് നടക്കേണ്ട ആ ഭാഗം മാത്രം പെരിഫറൽ റീജിയൻസിലേക്ക് തള്ളി ഫ്രീ ന്യൂക്ലിയസ് മുഴുവനും ആ സെൻട്രൽ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കോക്കനട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ട് വാട്ടർ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് കോക്കനട്ട് വാട്ടർ ഉണ്ടാകും. ഇതൊരു ലിക്വിഡ് എൻഡോസ്പേം ആണ്. ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. വൈറ്റ് കർണൽ സൈറ്റോകൈനസിസ് നടന്ന സെല്ലുലാർ എൻഡോസ്പേം ആണ്. ഇപ്പം നമ്മളൊരു കരിക്കെടുത്താൽ, വളരെ യങ് ആയിട്ടുള്ള കരിക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ ലിക്വിഡ് എൻഡോസ്പേം ആണ് കൂടുതൽ, വൈറ്റ് കർണൽ വളരെ കുറവാണ്.
ഒരു കുറച്ചുകൂടി മൂത്തൊരു തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് എൻഡോസ്പെർമിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാകും, കോക്കനട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ടാകും, വൈറ്റ് കർണൽ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, കൂടുതൽ ലിക്വിഡ് എൻഡോസ്പെർമിലുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ സെല്ലുകൾ സൈറ്റോകൈനസിസ് നടന്നു എന്നാണ് അർത്ഥം. ഒരു നല്ലോണം മെച്ചുറായിട്ടുള്ള തേങ്ങ എടുത്താൽ വളരെ കുറച്ച് തേങ്ങാവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവനും വൈറ്റ് കർണലായിട്ട് മാറിയിട്ടുണ്ടാകും. പിന്നീട് തേങ്ങാവെള്ളം തീരെ ഇല്ലാതായിട്ട് മാറും. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിൽ ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ തനിയാണ് കഴിയുന്നത്. അതിന് ശേഷം മെല്ലെ മെല്ലെയാണ് സൈറ്റോകൈനസിസ് നടന്ന് സെല്ലുലാർ എൻഡോസ്പെർം ഫോം ആകുന്നത്. ഈ ടൈപ്പാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം. നെക്സ്റ്റ് ടൈപ്പാണ് സെല്ലുലാർ എൻഡോസ്പെർം. സോ ദ സെക്കൻഡ് ടൈപ്പ് ഈസ് സെല്ലുലാർ എൻഡോസ്പെർം. സെല്ലുലാർ എൻഡോസ്പെർം. ഇൻ സെല്ലുലാർ എൻഡോസ്പെർം ആദ്യം തന്നെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൈമറി എൻഡോസ്പെർം സെല്ല്. പ്രൈമറി എൻഡോസ്പെർം സെല്ലിൽ ആദ്യം തന്നെ പ്രൈമറി എൻഡോസ്പെർം സെൽ, ആദ്യം തന്നെ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ഈ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് ഒരുപാട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായി. ഉടനെ തന്നെ അതിന് എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടന്ന് ഓരോന്നും ഓരോ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നതിൻ്റെ കൂടെ തന്നെ എന്ത് നടന്നു, സൈറ്റോകൈനസിസ് നടന്നു. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എൻഡോസ്പെർം ഫോമേഷനെയാണ് നമ്മൾ പറയുന്നത് സെല്ലുലാർ എൻഡോസ്പെർം ഫോമേഷൻ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്നത് ബാൾസം, ഡെറ്റൂറ, പെറ്റൂ. സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻഡോസ്പെർം ഡെവലപ്മെൻറ്റ് ഈസ് സെല്ലുലാർ എൻഡോസ്പെർം. ഇൻ സെല്ലുലാർ എൻഡോസ്പെർം ഫോമേഷൻ സാധാരണ രീതിയിൽ ഇതാണ് പ്രൈമറി എൻഡോസ്പെർം സെൽ. ഇൻ ദി പ്രൈമറി എൻഡോസ്പെർം സെൽ മെനി പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. ദിസ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ആഫ്റ്റർ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് ടേക്കിംഗ് പ്ലേസ്. അതായത് ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന ഉടനെ തന്നെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും നടന്ന് ഒരു സെല്ലായിട്ട് മാറുന്നു. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പ്രൈമറി എൻഡോസ്പെർം സെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുഴുവനും പ്രൈമറി എൻഡോസ്പെർം സെല്ലുകളായിട്ട് മാറി. നേരത്തെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിൽ ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്തത്, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്തു, സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്തു, ഒരു പ്രോപ്പർ സെല്ലായിട്ട് മാറി. ഈ ടൈപ്പ് ഓഫ് എൻഡോസ്പെർം ഫോമേഷന് പറയുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പെർം ഫോമേഷൻ. ഇത് നടക്കുന്നത് നമ്മളുടെ ബാൾസം, ഡെറ്റൂറ, പെറ്റൂണിയ പോലെയുള്ള പ്ലാന്റ്സുകളിലാണ്. നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് എൻഡോസ്പെർം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെലോബിയൽ എൻഡോസ്പെർം ഡെവലപ്മെൻ്റ് ആണ്. ഹെലോബിയൽ എൻഡോസ്പെർം ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദി ഹെലോബിയൽ കാണുന്നത് ഹെലോബിയേൽസ് എന്ന് പറയുന്ന ഒരു ജനറയിലാണ് കൂടുതൽ കാണുന്നത്. ഇതൊരു ഇൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ എൻഡോസ്പെർം ആൻഡ് സൈറ്റോപ്ലാസ്മിക് എൻഡോസ്പെർം. ഇതിൻ്റെ ഹെലോബിയൽ എൻഡോസ്പെർം കാണുന്നത് ഹെലോബിയേൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ്. ഇത് ഒരു ഇൻ ബിറ്റ്വീൻ ദി സെല്ലുലാർ എൻഡോസ്പെർം ആൻഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ പ്രൈമറി എൻഡോസ്പെർം സെല്ല് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ട്. ആദ്യം തന്നെ ഇത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടായി ഉടനെ തന്നെ സൈറ്റോകൈനസിസ് നടന്ന് മൈക്രോപൈലാർ എൻഡിലേക്ക് ഒരു സെല്ലും ചലാസൽ എൻഡിലേക്ക് ഒരു സെല്ലുമായിട്ട് മാറി. അതിനുശേഷം മൈക്രോപൈലാർ എൻഡിലുള്ള സെല്ല് കൂടുതലായിട്ട് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ പോലെ ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ പോലെ ഡിവൈഡ് ചെയ്യുന്നു. അതേസമയം ചലാസൽ എൻഡിലുള്ള ന്യൂക്ലിയസും ഇതേപോലെ ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നാലും മൈക്രോപൈലാർ എൻഡിലുള്ള സെല്ലിൻ്റെ അത്രയ്ക്കങ്ങ് ഡിവൈഡ് ചെയ്യില്ല. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് സെല്ലുലാർ എൻഡോസ്പെർം ഫോമേഷൻ നടക്കുക. അപ്പോൾ നമ്മളുടെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ന്യൂക്ലിയർ ഉണ്ടാകും, അതിനുശേഷം കുറേ സമയം എടുത്തിട്ടാണ് സെല്ലുലാർ എൻഡോസ്പെർം ഫോമേഷൻ നടക്കുക. അപ്പോൾ ഇതേപോലെ ഇൻ ബിറ്റ്വീൻ സെല്ലുലാർ എൻഡോസ്പെർമും ന്യൂക്ലിയർ എൻഡോസ്പെർമും ഇങ്ങനെയൊരു ടൈപ്പാണ് ഹെലോബിയൽ എൻഡോസ്പെർം ഫോമേഷൻ. ഈ മൂന്ന് രീതിയിലാണ് എൻഡോസ്പെർം ഫോമേഷൻ നടക്കുന്നത്. ആദ്യം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആണ്, നമ്മളുടെ കോക്കനട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അതുപോലെ സെല്ലുലാർ എൻഡോസ്പെർം കാണുന്നത് ഡെറ്റൂറ, പെറ്റൂണിയ, ബാൾസം. അതുപോലെ ഹെലോബിയൽ എൻഡോസ്പെർം കാണുന്നത് ഹെലോബിയൽ ഓർഡറിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് അനദർ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആയിട്ടുള്ള എംബ്രിയോ ഫോമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആണ് എംബ്രിയോ ഫോമേഷൻ. നമ്മൾ എംബ്രിയോ ഫോമേഷനെ എംബ്രിയോജെനസിസ് എന്നാണ് പറയുന്നത്. സൈഗോട്ടിൽ നിന്നും എംബ്രിയോ ആകുന്ന എംബ്രിയോ ഫോമേഷനാണ് എംബ്രിയോജെനസിസിൽ ഉൾപ്പെടുന്നത്. ഡൈക്കോട്ടിലും മോണോകോട്ടിലും
അത് രണ്ട് ക്ലാസ്സുകളാണല്ലോ നമ്മളുടെ ആൻജിയോസ്പേമിലുള്ളത്. അപ്പോൾ ഈ ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക വ്യത്യാസമുണ്ട്, സ്ലൈറ്റ്ലി കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. എന്നാലും എംബ്രിയോസിൻ്റെ ഷേപ്പൊക്കെ എംബ്രിയോസിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സുകളൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡൈക്കോട്ടിൻ്റെ നോക്കാം, അതിനുശേഷം മോണോക്കോട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഡൈക്കോട്ടിലേക്കാണ് പോകുന്നത്. ഡൈക്കോട്ടിൻ്റെ എംബ്രിയോജെനിസിസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മളുടെ ഓവ്യൂളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, ഓവ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷനിൽ ഒരു എൻഡോസ്പേം ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഒരു മെയിൽ ഗാമിറ്റ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയേറ്റ് ടു ഫോം പ്രൈമറി എൻഡോസ്പേം സെൽ. എൻഡോസ്പേം സെല്ല് പിന്നീട് എൻഡോസ്പേമായി മാറി, അത് നമ്മൾ കണ്ടു. എൻഡോസ്പേം ഫോർമേഷൻ നടന്നതിന് ശേഷമാണ് എംബ്രിയോ ഫോം ചെയ്യുക. കാരണം എൻഡോസ്പേമിൽ നിന്നാണ് ഫുഡെല്ലാം ന്യൂട്രീഷ്യസ് ഫുഡെല്ലാം കിട്ടേണ്ടത് എംബ്രിയോയ്ക്ക് കിട്ടേണ്ടത് എൻഡോസ്പേമിൽ നിന്നാണ്. അപ്പോൾ ഇനി അതിന് ശേഷമാണ് എംബ്രിയോജെനിസിസ് നടക്കുക. എംബ്രിയോജെനിസിസ് നടക്കുമ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ സൈഗോട്ട് എന്ന് വിചാരിക്കൂ. ഇതൊരു സൈഗോട്ടാണ്, 2-1 ആണ്. ഈ സൈഗോട്ട് ആദ്യം തന്നെ മൈറ്റോട്ടിക് ഡിവിഷനാണ് സൈഗോട്ടിൽ നടക്കുന്നത്. മൈറ്റോസിസ് നടക്കുന്നു. ഇറ്റ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് 2 cells അല്ലേ. ഒരു മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ നമുക്ക് 2 സെല്ല് കിട്ടും അല്ലേ. 2 സെല്ലിൽ ഒരു സെൽ, the cell which is towards the micropylar region is basal cell. The cell towards the micropylar region. ഞാനിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ലോവർ അപ്പർ എൻഡിലുള്ളത് അല്ലെങ്കിൽ അപ്പർ റീജിയനിലുള്ളത് ലോവർ റീജിയനിലുള്ളതെന്ന് പറയാതിരിക്കുകയാണ് നല്ലത്. മൈക്രോപൈലാർ റീജിയനിൽ ചലാസൽ റീജിയൻ അങ്ങനെ പറയുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓവ്യൂൾ എന്ന് പറയുന്നത് അനാട്രോപ്പസ് ഓവ്യൂളാണ്, വിച്ച് ഈസ് ഇൻവേർട്ടഡ് ഷേപ്പിലുള്ള ഓവ്യൂളാണ് അല്ലേ. ഇൻവേർട്ടഡ് ഷേപ്പിൽ എന്ന് പറയുമ്പോൾ മൈക്രോപൈലാർ എൻഡ് താഴെ റീജിയനിലേക്കാണ് വരുന്നത്. അതേസമയം ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ ആണെങ്കിലോ മൈക്രോപൈലാർ റീജിയൻ സ്ട്രെയിറ്റ് മുകളിലേക്കാണ് വരുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ അതുപോലെ ഹെമി അനാട്രോപ്പസ് ഉണ്ട്, കെമ്പൈലോട്രോപ്പസ് ഉണ്ട്, സെസിനോട്രോപ്പസ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഒവ്യൂളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കത് അപ്പർ എൻഡിൽ ലോവർ എൻഡിലുള്ള സെൽ എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മൈക്രോപൈലാർ എൻഡിലുള്ള സെല്ല് അതുപോലെ ചലാസൽ എൻഡിലുള്ള സെല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈക്രോപൈലാറിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വരയ്ക്കുന്നത്. സോ ഇവിടെയുള്ള സെല്ല് ഇതിനെ നമ്മൾ ബേസൽ സെൽ എന്ന് പറയുന്നു, which is towards the region ആണ് micropylar region ഉള്ള സെല്ലാണ്, which is towards the micropylar region, and this end which is called a terminal cell is towards the chalazal region ഉള്ള സെല്ലാണ്. ചലാസൽ റീജിയനിലുള്ള സെല്ലാണ് ടെർമിനൽ സെൽ. എഗെയിൻ ഇപ്പോൾ 2 സെല്ലാണുള്ളത്, ഒന്ന് ബേസൽ സെൽ, 2 നമ്മളുടെ ടെർമിനൽ സെൽ. ഇനി ഇത് പിന്നീട് ഈ ബേസൽ സെല്ല്, ആദ്യം തന്നെ ബേസൽ സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ബേസൽ സെല്ല് പിന്നെയും ട്രാൻസ്വേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രാൻസ്വേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 2-3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറും. ഇതിനെ നമ്മൾ സസ്പെൻസർ സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്വേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെല്ലിനെ നമ്മൾ സസ്പെൻസർ സെൽ എന്നാണ് പറയുന്നത്. ഈ സസ്പെൻസർ സെല്ല് ബേസൽ സെല്ലിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. ചില ബുക്കുകളിൽ ബേസൽ സെൽ അഥവാ സസ്പെൻസർ സെൽ എന്ന് പറയാറുണ്ട് കേട്ടോ. രണ്ടും ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ദ ഫസ്റ്റ് സെൽ ഓഫ് സസ്പെൻസർ റീജിയനിലെ ഫസ്റ്റ് സെല്ലിനെ ഒരു സ്വള്ളനായിട്ട് കാണാം. സ്വള്ളൻ ഒരു ബൾജറായിട്ടുള്ള സെല്ലായിട്ട് കാണാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹോസ്റ്റോറിയൽ സെൽ എന്ന് പറയും. സോ ദിസ് സെൽ ഈസ് കോൾഡ് ഹോസ്റ്റോറിയൽ സെൽ. And the remaining cell is called suspensor. Remaining region is called suspensor. അതിൽ തന്നെ ഈ ഭാഗത്ത്, അതായത് ഏറ്റവും ആദ്യത്തെ സെൽ, ഫസ്റ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനെ നമ്മൾ ഹോസ്റ്റോറിയൽ സെൽ എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏറ്റവും ടിപ്പിലുള്ള ഈ സെൽ, ഈ ലാസ്റ്റ് സെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസിയൽ റീജിയൻ. എന്ന് പറയും. ഇനി അതേപോലെ ടെർമിനൽ സെല്ലുണ്ടല്ലോ, ചലാസൽ റീജിയനിലുള്ള ടെർമിനൽ സെല്ലിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ചലാസൽ റീജിയനിലുള്ള ടെർമിനൽ സെല്ലും ഡിവൈഡ് ചെയ്ത് ആദ്യം ഒരു 4 സെൽഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഇതിനെ നമ്മൾ ക്വാഡ്രൻ സ്റ്റേറ്റ് എന്നാണ് പറയുക. അതിനുശേഷം ഇത് പിന്നീട് ഒരു 8 സെൽഡ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ അതിനെ ഒക്ടൻ സ്റ്റേജ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒക്ടൻ സ്റ്റേജ് വരയ്ക്കാൻ പോവുകയാണ്. ദിസ് ഈസ് എ സ്വോളൻ ഹോസ്റ്റോറിയൽ സെൽ. These are the suspensor cells and this is the octant celled condition. Octant celled condition. അപ്പോൾ
അപ്പോൾ ടെർമിനൽ റീജിയനിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഗ്ലോബുലാർ ഷേപ്പുള്ള സെൽ മാസ്, ദിസ് സെൽ മാസ് വിച്ച് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു പ്രോ എംബ്രിയോ, ഇതൊരു പ്രോ എംബ്രിയോ ആയിട്ട് മാറുന്നു. ദിസ് റീജിയൻ ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു പ്രോ എംബ്രിയോ. ഇനി ഈ പ്രോ എംബ്രിയോൻ്റെ ജസ്റ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽ, നമ്മൾ ഹൈപ്പോഫൈസൽ റീജിയനിലുള്ള സെൽ എന്ന് പറഞ്ഞല്ലോ, ദിസ് സെൽ വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു റൂട്ട് ടിപ്പ് ആൻഡ് റൂട്ട് ക്യാപ്പ്, റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം തന്നെ ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും ഉണ്ടായി. ടെർമിനൽ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ഒരു ഗ്ലോബുലാർ സെൽ മാസാണ് പ്രോ എംബ്രിയോ ആയിട്ട് മാറുന്നത്. ബേസൽ സെല്ലിൽ നിന്നുണ്ടാകുന്ന സെല്ല് സസ്പെൻസർ റീജിയൻ ആയിട്ട് മാറുന്നു, അതിനൊരു ഹോസ്റ്റോറിയൽ റീജിയൻ ഉണ്ട്. അതുപോലെ പ്രോ എംബ്രിയോൻ്റെ ജസ്റ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലാണ് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഹോസ്റ്റോറിയൽ സെൽ, എന്തിനാണ് ഈ സസ്പെൻസർ റീജിയൻ? ഈ സസ്പെൻസർ റീജിയനിൽ ഒരു സെല്ല് മാത്രമാണ് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പും ആക്കി മാറ്റുന്നത് അല്ലേ, ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് എന്നൊരു സംശയം ഉണ്ടാകും. അതിന് എന്താ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, അതായത് സസ്പെൻസർ റീജിയനിലുള്ള ഈ സെല്ലും ഹോസ്റ്റോറിയൽ സെല്ലും എല്ലാം ചേർന്നിട്ടാണ് വിച്ച് ഇസ് പുഷിങ് ദിസ് പ്രോ എംബ്രിയോ ഇൻ ടു ദി എൻഡോസ്പേം. അപ്പോൾ ഈ റീജിയനിൽ സാധാരണ ഈ പ്രോ എംബ്രിയോൻ്റെ മുമ്പിലേക്കായിട്ട് നമുക്കറിയാം എൻഡോസ്പേം ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻഡോസ്പേമിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രോ എംബ്രിയോനെ തള്ളി നിർത്തുന്നതാണ് ആരുടെ ഡ്യൂട്ടി? ഈ ഹോസ്റ്റോറിയൽ സെല്ലിൻ്റെയും സസ്പെൻസർ സെല്ലിൻ്റെയും ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് എൻഡോസ്പേമിൻ്റെ ഉള്ളിലേക്ക് എന്തിനാണ് തള്ളി നിർത്തുന്നത്? അതിന് കൂടുതൽ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഈ പ്രോ എംബ്രിയോ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നീട് ഈ ഹോസ്റ്റോറിയൽ സെല്ലും സസ്പെൻസർ സെല്ലും ഡീജനറേറ്റ് ആവാൻ തുടങ്ങും. അതിനുള്ള ഒരു സെല്ല് മാത്രമാണ് റിമൈനിങ് ആയിട്ട് വരും, അത് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ഇപ്പോൾ ഇത് ഗ്ലോബുലാർ ഷേപ്പിലുള്ള പ്രോ എംബ്രിയോ ആണ് ആയി കേട്ടോ, അതായത് പ്രോ എംബ്രിയോ പിന്നീട് അതൊരു ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറും. അതിനുശേഷം അതിലെന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ഗ്ലോബുലാർ ഷേപ്പ് എംബ്രിയോ എന്ന് നമുക്ക് വരയ്ക്കാം. ഗ്ലോബുലാർ ഷേപ്പ് എംബ്രിയോയിൽ ഇപ്പോൾ ഈ സെല്ലുകൾ ഞാൻ കൂടുതലായിട്ട് വരയ്ക്കുന്നില്ല, കാരണം അത് ഡീജനറേറ്റ് ആയി പോകുമെന്ന് പറഞ്ഞല്ലോ. ഇത് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറുന്ന സെല്ലുകളാണ്. അതിനുശേഷം ഹിയർ വി ആർ ഗെറ്റിംഗ് എ ഗ്ലോബുലാർ ഷേപ്ഡ് സെൽ. ഈ ഗ്ലോബുലാർ ഷേപ്പ് സെൽ ഒക്ടൻ്റ് ആയിട്ടുള്ള സെല്ലാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ ഒക്ടൻ്റ് ആയിട്ടുള്ള സെല്ലുകളിൽ, ഒക്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 8 സെല്ലുകളാണല്ലേ. ഈ 8 സെല്ലുകളിൽ ഈ ഭാഗത്തേക്കുള്ള, അതായത് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായി മാറിയല്ലോ ഈ സെല്ല്, ഇത് റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറുന്ന സെല്ലുകളാണ്. ഈ റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായി മാറിയിരിക്കുന്ന സെല്ലിൻ്റെ ജസ്റ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇവിടെയുള്ള ഈ ലോവർ റീജിയനിലുള്ള ഈ 4 സെല്ലുകളാണ് റാഡിക്കിളിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പർ റീജിയനിലേക്കുള്ള ഈ സെല്ലുകളാണ് പ്ലിമ്യൂളും കോട്ടിലിഡനുമായിട്ട് മാറുന്നത്. പ്ലിമ്യൂൾ പ്ലസ് കോട്ടിലിഡൻ ആയിട്ട് മാറുന്നത്. പ്ലിമ്യൂൾ ആൻഡ് കോട്ടിലിഡൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. സൈഗോട്ട് 2ആയി ഡിവൈഡ് ചെയ്ത് ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും ഉണ്ടായി. ഈ ബേസൽ സെല്ല് പിന്നീട് ഒരു സസ്പെൻസർ റീജിയനായിട്ട് മാറുകയാണ്. അത് ഹോസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. അതുപോലെ സസ്പെൻസർ റീജിയനിലെ കുറച്ച് സെല്ലുകളും വിച്ച് വിൽ ബി പുഷിങ് ദി എംബ്രിയോ ഇൻ ടു ദി എൻഡോസ്പേം. അതുപോലെ അത് ആ സസ്പെൻസർ റീജിയനിലെ ഒരേ ഒരു സെൽ വിച്ച് ഈസ് കൺവേർട്ടിങ് ഇൻ ടു റൂട്ട് ടിപ്പ് ആൻഡ് റൂട്ട് റീജിയനും അതുപോലെ റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പുമായിട്ട് മാറുന്നു. അതുപോലെ ബേസൽ റീജിയനിലുള്ള ടെർമിനൽ റീജിയനിലുള്ള സെൽ ഡിവൈഡ് ചെയ്ത് 2 ആകും, 2 4 ആകും. 4 ആകുമ്പോൾ നമ്മൾ അതിനെ ക്വാഡ്രന്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയും. അതിനുശേഷം അത് 8 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അതിനെ ഒക്ടൻ്റ് റീജിയനിലുള്ള സെൽ എന്ന് പറയും. ഒക്ടൻ്റ് റീജിയനിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പകുതി സെല്ലുകൾ റാഡിക്കൽ ഭാഗമായിട്ട് മാറുന്നു. അതിൻ്റെ അപ്പെക്സിലേക്ക് പ്ലിമ്യൂളും അതുപോലെ നമ്മളുടെ കോട്ടിലിഡനുമായിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ മാച്ചിട്ട് അടുത്ത സ്റ്റേജിലോട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ സ്റ്റേജ് വരച്ചോടത്തുനിന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ വരച്ചത് ഗ്ലോബുലാർ എംബ്രിയോ ആണ്. അതിൻ്റെ ആദ്യത്തെ സെല്ലുകൾ, ബേസൽ സെല്ല് ഡെവലപ്പായ സസ്പെൻസർ റീജിയനൊക്കെ ഡീജനറേറ്റ് ആവാൻ തുടങ്ങി. ഒരു സെല്ല് മാത്രമാണ് റിമൈനിങ് ആകുന്നത്. അത് റൂട്ട് ടിപ്പ് റൂട്ട് ക്യാപ്പുമായിട്ട് മാറുന്നു. വേറെ നമ്മുടെ ടെർമിനൽ സെല്ല് ഒരു ക്വാഡ്രന്റ് സ്റ്റേറ്റിലേക്ക് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്ലോബുലാർ എംബ്രിയോ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലോബുലാർ എംബ്രിയോയിൽ ഒരുപാട് ചേഞ്ചുകൾ വരികയാണ്. ഗ്ലോബുലാർ എംബ്രിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ റീജിയൻ ആണ് കേട്ടോ. ഇപ്പോൾ
ഈ ഗ്ലോബുലാർ ഷേപ്പിലുള്ള ഈ റീജിയൻ, ഇപ്പോൾ ഇത് 8 സെൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണല്ലോ. ഇനി ഇതിന് പെരിക്ലീനൽ ഡിവിഷൻ നടക്കുന്നു. പെരിക്ലീനൽ ഡിവിഷൻ നടന്നിട്ട് ഒരു ഔട്ടർ റീജിയനും ഒരു ഇന്നർ റീജിയനും ഫോം ആകുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പെരിക്ലീനൽ റീജിയൻ നടന്ന എംബ്രിയോൻ്റെ മാത്രം സ്ട്രക്ചറാണ് വരയ്ക്കുന്നത് കേട്ടോ. എംബ്രിയോൻ്റെ മാത്രം സ്ട്രക്ചർ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ഔട്ടർ റീജിയൻസിലുള്ള സെല്ലുകളുമുണ്ട്, ഇന്നർ റീജിയൻസിലുള്ള സെല്ലുകളും ഉണ്ട്. അപ്പോൾ ഇന്നർ റീജിയൻസിലുള്ള സെല്ലുകൾ ഞാനിപ്പോൾ റെഡിൽ വരയ്ക്കുകയാണ്. അതുപോലെ ഔട്ടർ റീജിയൻസിലുള്ള സെല്ല് ബ്ലൂവിൽ തന്നെ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു സെല്ലുലാർ മാസ്സായിട്ട് വരുന്നു. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല, ഒരു ഉള്ളിലുള്ള സെൽ മാസും ഉള്ളിൽ പുറത്തുള്ള സെല്ലു മാസുമായിട്ടാണ് വരിക. പെരിക്ലീനൽ ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിലുള്ള സെൽ മാസ് കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദി എംബ്രിയോ ആയിട്ട് വരുന്നു. പുറമേ ഉള്ളത് ഡെർമാറ്റോജൻ, അതായത് നമുക്കറിയാലോ എപ്പിഡെർമൽ റീജിയൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എഴുതാം, ഔട്ടർ റീജിയൻ ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു ഡെർമാറ്റോജൻ. ഡെർമാറ്റോജൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിങ്ങൾ നമ്മളുടെ അനാട്ടമിയിൽ പഠിച്ചതായിരിക്കും. അതായത് എപ്പിഡെർമിസ് റീജിയൻ, പുറമേയുള്ള എപ്പിഡെർമൽ റീജിയൻ ആയിട്ട് മാറുന്നു. ഉള്ളിലുള്ള സെൽ മാസാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കോർട്ടിക്കൽ റീജിയൻ ആയിട്ട്, ഉള്ളിലുള്ള ഇന്നർ സെൽ മാസായിട്ട് മാറുന്നത്. ഇപ്പോൾ ഗ്ലോബുലാർ ഷേപ്പിലാണ് എംബ്രിയോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂടെ വേറെ നമ്മളുടെ റൂട്ട് ക്യാപ്പൊക്കെ ആകുന്ന സെല്ലുകളുണ്ട്. ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റോറിയൽ വളരെ മൈന്യൂട്ടായി ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് അത്രത്തോളം കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഷേപ്പിൽ നിന്ന് ഇത് പിന്നീട് ഒരു ഒരുപാട് ഡിവിഷൻസ് നടന്ന് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള എംബ്രിയോ ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡീജനറേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളായി വരയ്ക്കുന്ന ഹൈപ്പോഫൈസൽ റീജിയനുള്ള സെല്ലുണ്ട്. അതിനുശേഷം ഇത് ഒരു പ്രത്യേക ഷേപ്പിൽ, ഒരു ഹാർട്ട് ഷേപ്പിലേക്കായിട്ട് ആ എംബ്രിയോൻ്റെ സ്ട്രക്ചർ മാറുകയാണ്. ഈ ഹാർട്ട് ഷേപ്പിലുള്ള സെല്ലിന് നമ്മൾ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ എന്നാണ് പറയുക. ഗ്ലോബുലാർ എംബ്രിയോ ഈസ് ചേഞ്ചിങ് ഇൻ ടു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് ഔട്ടർ റീജിയനും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ റീജിയനും ഉണ്ട്. ഇന്നർ റീജിയനുള്ള സെല്ലുകളും കാണാം, ഔട്ടർ റീജിയനുള്ള സെല്ലുകളും കാണാം, അതുപോലെ ഇന്നർ റീജിയനുള്ള സെല്ലുകളും കാണാം. ഇപ്പോൾ ഹാർട്ട് ഷേപ്പായിട്ട് മാറിയല്ലോ അല്ലേ. നൗ pro embryo is changed into globular shaped embryo, then globular shaped embryo is changing into heart shaped embryo. ഇനി ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോയ്ക്ക് പിന്നീട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻസ് നടന്ന് ഒരു മച്ചുർ എംബ്രിയോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മച്ചുർ എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ഹോസ് ഷൂ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഫോം ആകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ NCERT-യിൽ അത് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഞാനിവിടെ പറയാത്തത്. ശരിക്കും ഈ ഹാർട്ട് ഷേപ്പിലുള്ള എംബ്രിയോ മാറി ഒരു ഹോസ് ഷൂ ഷേപ്പിലുള്ള എംബ്രിയോ വരും. അതിനുശേഷമാണ് അതൊരു മച്ചുർ എംബ്രിയോ ആയിട്ട് മാറുന്നത്. നമുക്കങ്ങനെ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ സ്ട്രക്ചറിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു ഹോസ് ഷൂ ഷേപ്പിലേക്ക് ആ എംബ്രിയോ ആ സ്ട്രക്ചർ ഒന്ന് മാറും. അത് പിന്നീട് മച്ചുർ ആയിട്ടുള്ള എംബ്രിയോ ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ഒരു മച്ചുർ എംബ്രിയോൻ്റെ വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഈ മച്ചുർ എംബ്രിയോൻ്റെ ഈ ഭാഗം കാണുന്നത് അതിൻ്റെ പ്ലിമ്യൂളാണ്. 2 കോട്ട്ലിഡൻസ് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പറയുന്നത് ഡൈക്കോട്ട് എംബ്രിയോജെനിസിസ് അല്ലേ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് എത്ര കോട്ട്ലിഡൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് 2 കോട്ട്ലിഡൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോൻ്റെ 2 കോട്ട്ലിഡൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇതെല്ലാം കോട്ട്ലിഡൻസ് ആണ്. ദിസ് ഈസ് ദി കോട്ട്ലിഡൻ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ. 2 കോട്ട്ലിഡൻ കാണാം, 1, 2, ആൻഡ് ദിസ് ഈസ് ദി പ്ലിമ്യൂൾ ആൻഡ് ദിസ് ഈസ് ദി എംബ്രിയോണൽ ആക്സിസ്. ഇനി നമുക്ക് മച്ചുർ ആയിട്ടുള്ളൊരു ഡൈക്കോട്ട് എംബ്രിയോ എങ്ങനെ ഉണ്ടാകും, അതിൻ്റെ ഏതെല്ലാം റീജിയൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഒരു മച്ചുർ എംബ്രിയോ. അപ്പോൾ ഏതായിരുന്നു ആ സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മച്ചുർ എംബ്രിയോയ്ക്ക് മുമ്പ് ഏതൊക്കെ ഷേപ്പുകളിലൂടെയാണ് നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോ കടന്നുപോയത്? ആദ്യം തന്നെ ഒരു പ്രോ എംബ്രിയോ ഉണ്ട്, പ്രോ എംബ്രിയോ. ദെൻ ദാറ്റ് പ്രോ എംബ്രിയോ ഈസ് ചേഞ്ചിങ് ഇൻ ടു ഗ്ലോബുലാർ എംബ്രിയോ. Then it is changing into a heart-shaped embryo. Then അതിനുശേഷം ഒരു ഹോസ് ഷൂ ഷേപ്ഡ് എംബ്രിയോ ഉണ്ട്. അതൊന്ന് ആലോചിച്ച് വെക്കുക, അത് NCERT തന്നിട്ടില്ല. ഹാർട്ട് ഷേപ്പ് എംബ്രിയോ കഴിഞ്ഞിട്ട് മച്ചുർ എംബ്രിയോ ആണ് NCERT-ൽ പറഞ്ഞിരിക്കുന്നത്, മച്ചുർ എംബ്രിയോ. ഈ മച്ചുർ എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ NCERT ബുക്കിലുള്ള സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ അതൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാകും.
എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻ ആണ് കാണുക. അപ്പോൾ ഇതിൽ എംബ്രിയോണൽ ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ എംബ്രിയോണൽ ആക്സിസ്, ദിസ് ഈസ് കോൾഡ് എംബ്രിയോണൽ ആക്സിസ്. ദിസ് ഈസ് കോൾഡ് എംബ്രിയോണൽ ആക്സിസ്. ഈ എംബ്രിയോണൽ ആക്സിസിൽ ചെറിയൊരു എംബ്രിയോണൽ ആക്സിസ് ആണ്. ഈ എംബ്രിയോണൽ ആക്സിസ് 2 കോട്ടിലിഡനും. ദീസ് ആർ ദി 2 കോട്ടിലിഡൻസ്. Embryonal axis and 2 cotyledons are the peculiar feature of the dicot embryo. ഈ എംബ്രിയോണൽ ആക്സിസും 2 കോട്ടിലിഡനും. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊന്നുകൂടെ ഞാൻ വരയ്ക്കാം. This is the embryonal axis, and from here its cotyledon is emerging. ഇങ്ങനെ ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ദിസ് ഈസ് കോൾഡ് എംബ്രിയോണൽ ആക്സിസ്. ഈ എംബ്രിയോണൽ ആക്സിസ്, അതായത് എംബ്രിയോൻ്റെ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത്. 2 കോട്ടിലിഡൻ. ദീസ് ആർ ദി കോട്ടിലിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദി പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻ അല്ലേ. ഇതാണ് ഈ എംബ്രിയോൻ്റെ കോട്ടിലിഡൻസിൻ്റെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിനെ എംബ്രിയോണിക് നോഡ് എന്നാണ് പറയുക. പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് എംബ്രിയോ. കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എംബ്രിയോണിക് ലീഫിനെയാണ് നമ്മൾ കോട്ടിലിഡൻ എന്ന് പറയുക. സാധാരണ ഒരു ഷോട്ടിൽ ലീഫ് ഡെവലപ്പ് ചെയ്യുന്ന ആ പോർഷനെ, ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ നോഡ് എന്നല്ലേ പറയുക. അതുപോലെ ഇവിടെ എംബ്രിയോണിക് നോഡ് അല്ലെങ്കിൽ കോട്ടിലിഡനിക് നോഡ് എന്നൊക്കെ പറയും. കോട്ടിലിഡനിക് നോഡ് എന്നാണ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് എംബ്രിയോനെ പറയുന്ന പേര്. സോ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻ ഓർ കോട്ടിലിഡനിക് നോഡ്. ഇനി ഇതിൻ്റെ ദ റീജിയൻ എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ. സോ ദിസ് റീജിയൻ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ എന്നാണ് പറയുക. ദ റീജിയൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ റീജിയൻ. And this epicotyl region which terminate into plumule and plumule later develops into shoot. അപ്പോൾ കോട്ടിലിഡൻ്റെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ജസ്റ്റ് മുകളിലുള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ റീജിയൻ. ഈ എപ്പികോട്ടൈൽ റീജിയൻ ടെർമിനേറ്റ് ചെയ്യുന്നത് പ്ലിമ്യൂളിലാണ്. നമുക്കറിയാം പ്ലിമ്യൂൾ എന്തായിട്ട് മാറും? ഷൂട്ടായിട്ട് മാറും. സോ എപ്പികോട്ടൈൽ റീജിയൻ ടെർമിനേറ്റ്സ് ഇൻ ടു പ്ലിമ്യൂൾ ആൻഡ് പ്ലിമ്യൂൾ ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ഷൂട്ട്. അതുപോലെ ദ റീജിയൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് വിച്ച് ബിലോ ദി ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻ, അതായത് ഇപ്പോൾ ഇതാണ് കോട്ടിലിഡൻ്റെ ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കോട്ടിലിഡനിക് നോഡിന് ബിലോ ആയിട്ടുള്ള റീജിയൻസിന്, അതായത് ഈ റീജിയൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ റീജിയൻ. ആൻഡ് ദിസ് ഹൈപ്പോകോട്ടൈൽ റീജിയൻ വിച്ച് ടെർമിനേറ്റ്സ് ഇൻടു റാഡിക്കിൾ. നമുക്കറിയാം ഹൈപ്പോകോട്ടൽ റീജിയൻ ടെർമിനേറ്റ് ചെയ്യുന്നത് ഏത് പോർഷനിലാണ്? റാഡിക്കിളിലാണ്. റാഡിക്കിൾ പിന്നീട് എന്തായിട്ടാണ് മാറുന്നത്? റൂട്ടായിട്ടാണ് മാറുന്നത്. സോ ഒരു ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും 2 കോട്ടിലിഡനുമുണ്ട്. കോട്ടിലിഡൻ ആണ് അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. എംബ്രിയോയ്ക്ക് വേണ്ട, എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ട ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ കോട്ടിലിഡൻ്റെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റിനെ നമ്മൾ കോട്ടിലിഡനിക് നോഡ് എന്ന് പറയും. ഇതിന് മുകളിലേക്കുള്ള ഭാഗത്തിന് നമ്മൾ എപ്പികോട്ടൈൽ റീജിയൻ എന്ന് പറയും, വിച്ച് ടെർമിനേറ്റ്സ് ഇൻ ടു പ്ലിമ്യൂൾ ആൻഡ് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ഷൂട്ട്. അതുപോലെ എംബ്രിയോണിക് ആക്സ് അല്ലെങ്കിൽ കോട്ടിലിഡനിക് നോഡിന് താഴെയുള്ള റീജിയൻ, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് താഴെയുള്ള റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് hypocotyl region. Hypocotyl region terminates into radicle and later develops into root.
അപ്പോൾ അതിന് റൂട്ട് ക്യാപ്പൊക്കെ കാണാം. ഇത്രയുമാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയിൻ്റെ സ്ട്രക്ചർ, ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്ട്രക്ചറും. ഇനി നമുക്ക് മോണോകോട്ട് എംബ്രിയോയിൻ്റെ ഡെവലപ്മെൻറ്റും സ്ട്രക്ചറും എങ്ങനെയാണെന്ന് നോക്കാം. അത് കമ്പാരിറ്റീവ്ലി ഡൈക്കോട്ട് എംബ്രിയോന് സിമിലർ ആണ്. അതായത് നമുക്ക് പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ ഷേപ്ഡ് എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മച്ചുർ എംബ്രിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. പക്ഷേ ആ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടാവും. അത് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മോണോകോട്ട് എംബ്രിയോ ഫോമേഷനാണ് പറയാൻ പോകുന്നത് കേട്ടോ. മോണോകോട്ട് എംബ്രിയോൻ്റെ ഫോമേഷനാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതാണ് നമ്മളുടെ സൈഗോട്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. സൈഗോട്ട് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് 2 സെൽ, 2 സെല്ലായിട്ട് മാറുന്നു. 2 സെല്ലായിട്ട് മാറിയതിന് ശേഷം ഇതിൽ ഒരു സെല്ല് മാത്രം പിന്നീട് മൈറ്റോസിസിൽ ഏർപ്പെടും. സോ അൾട്ടിമേറ്റ്ലി ഒരു 3 സെൽഡ് സ്റ്റേജിലേക്ക് ഇത് വരും. 3 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്ത് മൈക്രോപൈലാർ റീജിയനിൽ ബേസൽ സെല്ലുണ്ട്, ഇതൊരു മിഡിൽ സെല്ലുണ്ട്, അതുപോലെ ഇതൊരു ടെർമിനൽ സെൽ. ചലാസൽ എൻഡിലാണ് ടെർമിനൽ. നമുക്കത് തിരിച്ചും വരയ്ക്കാം കേട്ടോ, തിരിച്ചും നമുക്ക് വരയ്ക്കാം. അതായത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇവിടെ ടെർമിനൽ സെൽ എന്ന് വരയ്ക്കാം, അതുപോലെ ഇവിടെ മിഡിൽ സെൽ എന്ന് വരയ്ക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് TC എന്ന് പറഞ്ഞാൽ ടെർമിനൽ സെൽ, നടുവിലുള്ള സെല്ലിനെ മിഡിൽ സെൽ എന്ന് പറയുന്നു. ബേസൽ സെല്ലിനെ നമ്മൾ BC എന്ന് പറയും. ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. അനാട്രോപ്പസ് ഓവ്യൂളിൻ്റെയോ അല്ലെങ്കിൽ ഓർത്തോട്രോപ്പസ് ഓവ്യൂളിൻ്റെയോ ഒക്കെ ഓവ്യൂളിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ സെല്ല് പറയുന്നത്. അപ്പോൾ ചലാസൽ എൻഡിലുള്ള സെല്ലിനെ ടെർമിനൽ സെൽ എന്ന് പറയുന്നു. മിഡിൽ സെൽ, നടുവിലുള്ള സെല്ലിനെ നമ്മൾ മിഡിൽ സെൽ എന്ന് പറയുന്നു. അല്ലെങ്കിൽ മൈക്രോപൈലാർ റീജിയൻസിലേക്കുള്ള സെല്ലിനെ നമ്മൾ ബേസൽ സെൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 3 സെൽ ഉണ്ടായി. ഇത് ബേസൽ സെൽ, ഇത് മിഡിൽ സെൽ, ഇത് ടെർമിനൽ സെൽ ആണെന്ന് വിചാരിക്കൂ. ബേസൽ സെൽ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. അതായത് ബേസൽ സെൽ ഒരു സ്വള്ളൻ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുന്നില്ല. അതേസമയം മിഡിൽ സെൽ, ഓൾമോസ്റ്റ് ഓൾ ദി പാർട്ട് ഓഫ് എംബ്രിയോ ഈസ് ഡെവലപ്പിംഗ് ഫ്രം ദി മിഡിൽ സെൽ. പ്രോ എംബ്രിയോ കൂടുതലും 90% ഓഫ് ദി പ്രോ എംബ്രിയോ ഈസ് ഡെവലപ്പിംഗ് ഫ്രം ദി മിഡിൽ സെൽ. മിഡിൽ സെൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെല്ലാകുന്നു. അത് പ്രോ എംബ്രിയോൻ്റെ ഒരു 95%ഉം കൊടുക്കും. ടെർമിനൽ സെൽ ഈസ് ഓൺലി ഡെവലപ്പിംഗ് ഇൻ ടു പ്ലുമ്യൂളായിട്ട് നമ്മളുടെ ടെർമിനൽ സെൽ, നോട്ട് പ്ലുമ്യൂൾ, ആക്ച്വലി കോട്ടിലിഡൻ. ടെർമിനൽ സെൽ ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു കോട്ടിലിഡൻ. ഒരു കോട്ടിലിഡൻ ആയിട്ട് മാറുകയാണ് ടെർമിനൽ സെല്ല് ചെയ്യുക. സോ ഇങ്ങനെ ടെർമിനൽ സെൽ കോട്ടിലിഡൻ ആയിട്ട് മാറുന്നു. Terminal cell is developing into cotyledon. The most of the part of the embryo is developing from the middle cell. Basal cell is not at all dividing. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചറിനെ ജസ്റ്റ് ഇത് മച്ചുർ ആകുമ്പോൾ ഒരു ബേസൽ സെൽ, most of the part of embryo is coming from the middle cell and one cotyledon. This is one cotyledon. ഈ രീതിയിലേക്കാണ് നമ്മളുടെ സൈഗോട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മൾ നേരത്തെ ഡൈക്കോട്ട് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് പഠിച്ച പോലെ പ്രോ എംബ്രിയോ, അതിനുശേഷം ഒരു ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറുന്നു, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിട്ട് മാറുന്നു, പിന്നീട് അത് മച്ചുർ എംബ്രിയോ ആയിട്ട് മാറുന്നു. സീക്വൻസ് ഓഫ് അറേഞ്ച്മെൻ്റ് എല്ലാം ഒരേപോലെയാണ്. ഇനി നമുക്കിത് മച്ചുർ ആകുമ്പോൾ എങ്ങനെയാകും എന്നൊന്ന് നോക്കാം. അപ്പോൾ മോണോകോട്ട് എംബ്രിയോൻ്റെ ഒരു മച്ചുർ എംബ്രിയോ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നതാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 സെല്ലുകളിൽ നിന്നാണ് മോണോകോട്ട് എംബ്രിയോ ഡെവലപ്പ് ആകുന്നത്. ആദ്യം സൈഗോട്ട് ഡിവൈഡ് ചെയ്തൊരു 3 സെൽഡ് സ്റ്റേറ്റിലേക്ക് വന്നു. ടെർമിനൽ സെല്ലുണ്ട്, മിഡിൽ സെല്ലുണ്ട്, ബേസൽ സെല്ലുണ്ട്. ബേസൽ സെല്ല് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല. മിഡിൽ സെല്ലിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദി എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ടെർമിനൽ സെൽ എന്തായിട്ടാണ് മാറുന്നത്? കോട്ടിലിഡൻ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് ഒരു മച്ചുർ രീതിയിലുള്ള ഒരു എംബ്രിയോ ഉണ്ടാകുക. ഇപ്പോൾ ഇതിൻ്റെ പോർഷൻസ് ഞാനൊന്നും പറഞ്ഞുതരാം. ഈ എംബ്രിയോണിക് സ്റ്റേജിൽ, അതായത് ഒരു മച്ചുർ എംബ്രിയോയിൽ ഇതിപ്പോൾ അതിൻ്റെ കോട്ടിലിഡൻ ആണ്. ദിസ് ഈസ് ദി കോട്ടിലിഡൻ. ഇതാണ് കോട്ടിലിഡൻ. സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, മോണോകോട്ടിന് നമുക്കറിയാം ഒരൊറ്റ കോട്ടിലിഡനേ ഉള്ളൂ. ഇനി ഇതിൽ ഈ സാധാരണ ഈ കോട്ടിലിഡനെ ഗ്രാസ് ഫാമിലിയിലൊക്കെ നമ്മൾ സ്കൂട്ടില്ലം എന്നാണ് പറയുക. ഈ ഒരു പ്രത്യേക ഷേപ്പിലാണ്, ഒരു ഹോസ് ഷൂ ഷേപ്പിലാണ് ഇതിൻ്റെ കോട്ടിലിഡൻ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാസ് ഫാമിലിയിൽ കോട്ടിലിഡന് പറയുന്ന പേരാണ് സ്കൂട്ടില്ലം എന്ന് പറയും. ഇനി എംബ്രിയോണൽ ആക്സിസ്, ദിസ് ഈസ് കോൾഡ് ദ എംബ്രിയോണൽ ആക്സിസ്. സ്കൂട്ടില്ലത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടിലിഡൻ്റെ ഒരു ലാറ്ററൽ സൈഡിലായിട്ടാണ് എംബ്രിയോണൽ ആക്സിസ് കാണുക. വളരെ ചെറിയൊരു എംബ്രിയോണൽ ആക്സിസ് ആയിരിക്കും. ഈ എംബ്രിയോണൽ ആക്സിസിൻ്റെ
ലോവർ എൻഡ് ഈ ഭാഗത്തിനെയാണ് പറയുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക റാഡിക്കിളായിട്ട് മാറുന്ന പോർഷനാണ്. റാഡിക്കിളിനെ കവർ ചെയ്ത് ഒരു ഷീറ്റ് കാണാം. ഇതിനെ നമ്മൾ കോളിയോ റൈസ എന്ന് പറയും. റാഡിക്കിളിനെ കവർ ചെയ്തിട്ടുള്ള ഷീറ്റിനെ നമ്മൾ എന്താ പറയുക? കോളിയോറൈസ എന്നാണ് പറയുന്നത്. സോ കോളിയോറൈസേൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? റാഡിക്കിൾ ഉണ്ടാകും. അതുപോലെ എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡൻ്റെ അറ്റാച്ച്മെൻറ്റ് എബവ് ദി ലെവൽ ഓഫ് കോട്ടിലിഡൻ, അത് നമ്മൾ ഡൈക്കോട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ കോട്ടിലിഡൻ ആണ്. ഇതാണ് കോട്ടിലിഡൻ്റെ അറ്റാച്ച്മെൻറ്റ് സൈറ്റ് അല്ലെങ്കിൽ കോട്ടിലിഡനൈൽ നോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എബവ് ദി ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ്, അതായത് ഈ ഭാഗത്തിന് നമ്മൾ എപ്പികോട്ടൽ റീജിയൻ എന്ന് പറയും, ഈ ഭാഗത്തിന് നമ്മൾ ഹൈപ്പോകോട്ടൽ റീജിയൻ എന്ന് പറയും. ഹൈപ്പോകോട്ടൽ റീജിയൻ എൻഡ് ചെയ്യുന്നത് ഏതായിരുന്നു? റാഡിക്കിളിലാണ്. ഇവിടെ റാഡിക്കിളിനെ കവർ ചെയ്ത് കോളിയോറൈസ ഉണ്ട്. അതുപോലെ എപ്പികോട്ടൽ റീജിയൻ ആണ് ഇത്. എപ്പികോട്ടൽ റീജിയൻ എൻഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? നമ്മളുടെ പ്ലിമ്യൂളിലാണ്. ഇവിടെ പ്ലിമ്യൂളിനെ കവർ ചെയ്ത് ഒരു ഷീറ്റ് കാണാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയും. So in the case of monocot embryo, one cotyledon is present. that cotyledon, the point of attachment of cotyledon is called cotyledonyl node, and cotyledonyl node inde above region നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയും. So this region is the epicotyl, and below region is called hypocotyl region. Hypocotyl region terminates in radicle which is covered by coleorhiza. Epicotyl region terminates in plumule which is covered by coleoptile. മനസ്സിലായല്ലോ? ഇനി ഇതാണ് കോട്ടിലിഡൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ചില നമ്മളുടെ മോണോകോട്ട് എംബ്രിയോയിൽ ഒരു റൂഡിമെൻ്ററി സെക്കൻഡ് കോട്ടിലിഡൻ കാണാറുണ്ട്. റൂഡിമെൻ്ററി നമുക്കറിയാം, മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എംബ്രിയോയേ ഉള്ളൂ, ഒരൊറ്റ കോട്ടിലിഡനേ ഉള്ളൂ. അതേസമയം ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിഡൻ കാണും. ഇവിടെ മോണോകോട്ടിലിഡന് ഒരു റൂഡിമെൻ്ററി സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. അത് അതിൻ്റെ റൂഡിമെൻ്ററി സെക്കൻഡ് കോട്ടിലിഡൻ ആണ്. അത് അത്രയ്ക്ക് ഡെവലപ്ഡ് അല്ല, അതുകൊണ്ടാണ് റൂഡിമെൻ്ററി സെക്കൻഡ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് എപ്പിബ്ലാസ്റ്റ് ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് എപ്പിബ്ലാസ്റ്റ്. അപ്പോൾ എപ്പിബ്ലാസ്റ്റ് എന്ന് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതൊരു റൂഡിമെൻ്ററി സെക്കൻഡ് കോട്ടിലിഡൻ ആണ്. എപ്പിബ്ലാസ്റ്റ് ഈസ് ദി റൂഡിമെൻ്ററി സെക്കൻഡ് കോട്ടിലിഡൻ. അതുപോലെ ഇവിടെ നമ്മളിപ്പോൾ ഒരു മോണോകോട്ട് സീഡ് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ ഇറ്റ്സ് എംബ്രിയോ ലുക്സ് ലൈക്ക്, അതാണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല, ഒന്ന് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഈ മച്ചുവർ ഒരു മോണോകോട്ട് സീഡിൻ്റെ എംബ്രിയോണൽ ആക്സിസ് നമ്മൾ സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്താൽ ദ മച്ചുവർ എംബ്രിയോ വിൽ ലുക്ക് ലൈക്ക് ദിസ്. അപ്പോൾ ഒരു മേസ് ഗ്രെയിൻ ഒക്കെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. And here 2 compartments we can see. The major compartment, this compartment contains endosperm, and endosperm has 2 portions. The middle portion is called the starchy endosperm. This region is the starchy endosperm region, and the starchy endosperm covered by a proteinaceous layer which is called alluron layer. This is called alluron layer. Proteinaceous endosperm is the alluron layer which is protein containing. The middle region is called starchy endosperm, and this is the lower compartment, and this lower compartment and the higher up compartment is separated by epithelial layer. So you can see epithelium here like this. So this is the epithelial layer. This is the alluron layer. And this lower compartment consists of embryonal axis. So here just like this, one embryonal axis here, embryonal axis and one cotyledon. As you know, this is the cotyledon, embryonal axis, and this is the cotyledon. And this is the embryonal axis. Embryonal axis terminates in plumule. Plumule is covered by coleoptile. Plumule is covered by coleoptile, and this portion you can see what? Coleorhiza. So here we have learned 2 important terms, coleoptile and coleorhiza. Coleoptile is the portion which is covered by plumule portion is covered by coleoptile sheath, and radical portion is covered by coleorhiza sheath. Plumule portion plumule മാത്രമല്ല leaf primordial cells ഒക്കെ ഉണ്ടാകും. Radical region is covered by coleorhiza. So this is the structure of the monocot
മോണോകോട്ട് എംബ്രിയോ. സോ മോണോകോട്ട് എംബ്രിയോയിൽ സ്റ്റാർച്ചി എൻഡോസ്പേം ഉണ്ടാവും, വിച്ച് ഈസ് കവേർഡ് ബൈ ഒരു അല്യൂറോൺ ഷീറ്റ്, അതായത് പ്രോട്ടീനേഷ്യസ് എൻഡോസ്പേം ആണ്. ആൻഡ് ലോവർ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് അപ്പർ കമ്പാർട്ട്മെൻറ്റ് ഈസ് divided by one epithelial layer. Then lower compartment which consisting of a embryonal axis and one cotyledon. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇവിടെ എൻഡോസ്പേം ഇല്ലേ, പിന്നെ എന്തിനാണ് കോട്ടിലിഡൻ എന്നൊക്കെ തോന്നുന്നുണ്ടാകും. ഇവിടെ കോട്ടിലിഡൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എൻഡോസ്പേം സെൽസ് ഡൈജസ്റ്റ് ആകുമ്പോൾ ഉള്ള ന്യൂട്രീഷൻസ് മുഴുവനും ഈ കോട്ടിലിഡനിലൂടെയാണ് എംബ്രിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ വാട്ട് എവർ ദ തിങ്സ് വിച്ച് ഈസ് ഡൈജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചെറിയ ചെറിയ മൈക്രോ കമ്പോണൻസ് ആക്കി മാറ്റിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡെല്ലാം ഈ കോട്ടിലിഡൻ വഴി എൻഡോസ്പേമിലേക്ക് എത്തുന്നു. അതുകൊണ്ട് കോട്ടിലിഡൻ എന്ന് പറയുന്നത് ഒരു അനാവശ്യ വസ്തുവൊന്നുമല്ല. ഡൈക്കോട്ടിലാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ട് സീഡ്സ് ആർ എക്സാൽബുമിനസ് എന്ന് പറയാം. എക്സാൽബുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, എന്നാലും ഒന്ന് പറയാം. എക്സാൽബുമിനസ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ മുഴുവനും യൂട്ടിലൈസ് ചെയ്തു പോയിട്ടുള്ള സീഡുകളെ നമ്മൾ പറയുന്ന പേരാണ് എക്സാൽബുമിനസ്. അങ്ങനെയുള്ള സീഡുകളിൽ എൻഡോസ്പേം കാണില്ല, മച്ചുവർ സീഡുകളിൽ എൻഡോസ്പേം കാണില്ല. അപ്പോൾ അവിടെ ഫുഡ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? കോട്ടിലിഡൻ ആണ്. അതേസമയം മോണോകോട്ട് സീഡിലാണെങ്കിൽ ആൽബുമിനസ് സീഡുകളാണ്. മോസ്റ്റ് ഓഫ് ദി മോണോകോട്ട് സീഡ് ആർ ആൽബുമിനസ്. ആൽബുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൻഡോസ്പേം ഉള്ള സീഡുകളാണ്. അപ്പോൾ അവിടെ എൻഡോസ്പേമിൽ നിന്ന് ഫുഡ് കോട്ടിലിഡൻ വഴിയാണ് എംബ്രിയോയിലേക്ക് എത്തുന്നത്. ഇതാണ് മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോണോകോട്ട് സീഡിൻ്റെയും അല്ലെങ്കിൽ മോണോകോട്ട് എംബ്രിയോയിൻ്റെയും ഡൈക്കോട്ട് എംബ്രിയോയിൻ്റെയും സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ ഡൈക്കോട്ട് എംബ്രിയോയിൻ്റെ ഒക്കെ എംബ്രിയോജെനിസിസ് പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കണ്ടിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പർട്ടിക്കുലർ ഡെവലപ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. NCERT-യിൽ അത് അത്രയ്ക്ക് കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ നമുക്ക് ദ മേജർ ബുക്ക് ഫോർ റെഫറൻസ് എന്ന് പറയുന്നത് NCERT തന്നെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അത് തന്നെയാണ് കുറച്ച് ഷോർട്ട് ചെയ്തിട്ട് പറയുകയാണ്. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ബിഗിൻസ്. ദ സൈഗോട്ട് ഡിവൈഡ്സ് ടു ഫോം 2 cells. ദ അപ്പർ സെൽ വിച്ച് ഈസ് ദ ടെർമിനൽ സെൽ. അത് ഞാൻ പറഞ്ഞു ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ടാണ് അത് പറയാൻ പറ്റുള്ളൂ. ചലാസൽ എൻഡിലുള്ള സെല്ലിനെയാണ് നമ്മൾ ടെർമിനൽ സെൽ എന്ന് പറയുന്നത്. മൈക്രോപൈലാർ എൻഡിലുള്ള സെല്ലിനെയാണ് നമ്മൾ ബേസൽ സെൽ എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് ദി ബേസൽ സെൽ ഗിവ് റൈസ് ടു സസ്പെൻസർ വിച്ച് ഈവൻച്വലി മേക്സ് കണക്ഷൻ വിത്ത് ദി മെറ്റേണൽ ടിഷ്യൂ. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ സസ്പെൻസർ സെൽ പ്രൊവൈഡ് റൂട്ട് ഫോർ ന്യൂട്രീഷൻ ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം ദി മദർ പ്ലാന്റ് ടു ദി ഗ്രോയിങ് എംബ്രിയോ. അത് ഞാൻ പറഞ്ഞതാണ്. സസ്പെൻസറിൻ്റെ മേജർ ഡ്യൂട്ടി എന്ന് പറയുന്നത് പുഷിംഗ് ദി എംബ്രിയോ ടുവേർഡ്സ് ദി എൻഡോസ്പേം ആണ്. ഫോർ ദാറ്റ് ഇറ്റ് ഗെറ്റ് മോർ ന്യൂട്രീഷൻ ഫ്രം ദി എൻഡോസ്പേം. Then terminal cell also divide, giving rise to a globular shaped pro-embryo. In dicot, the development of embryo has a heart shaped due to the presence of 2 rudimentary cotyledons. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കോട്ടിലിഡൻസ് ഇങ്ങനെ ഫോം ആകുന്നു അല്ലേ. ഇതെല്ലാം ടെർമിനൽ സെല്ലിൽ നിന്ന് ഫോം ആകുന്നതാണ് ഈ കോട്ടിലിഡൻസ് എല്ലാം. ഈ കോട്ടിലിഡൻ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മളുടെ ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് ഒരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ആകുന്നു. In non-endospermic dicots such as non-endospermic dicot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ, എൻഡോസ്പേമിക് ഡൈക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്പേം ഇല്ലാത്തത്, അതായത് എൻഡോസ്പേം എപ്പോഴും ഫോം ആകും, പക്ഷേ എൻഡോസ്പേം ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഡ്യൂറിങ് ദി എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ് നടക്കുമ്പോൾ തന്നെ ഈ എൻഡോസ്പേം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു എംബ്രിയോയിൽ എന്തുണ്ടാവില്ല, എൻഡോസ്പേം ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെയാണ് നോൺ എൻഡോസ്പേമസ് എന്ന് പറയുന്നത്. സോ ഇൻ നോൺ എൻഡോസ്പേമിക് ഡൈക്കോട്ട് സച്ച് as Capsella bursa, the endosperm develops initially but it is then digested. In this case, the food reserves are moved into 2 cotyledons. അത് ഞാൻ പറഞ്ഞതാണ് അല്ലേ, കോട്ടിലിഡനിലാണ് ഫുഡ് റിസർവുകളെല്ലാം ഉള്ളത്. As the embryo and cotyledon enlarge, they become crowded inside the developing seed and are forced to bend. Ultimately, the embryo and cotyledon fill inside the seed, at which point the seed is ready for dispersal. Embryonic development is suspended after some time. Growth resumes only when the seed germinates. The developing seedling will rely on the food reserve stored inside the cotyledon until the first set of leaves begin for photosynthesis.
അതായത് ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞു കോട്ടിലിഡൻ, 2 കോട്ടിലിഡൻ ഉണ്ട്. ഈ 2 കോട്ടിലിഡനും ഒരു ബെൻഡഡ് സ്ട്രക്ചറായിട്ടാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2 കോട്ടിലിഡനും ബെൻഡഡ് സ്ട്രക്ചറായിട്ടാണ് കാണുന്നത് അല്ലേ. ഇങ്ങനെ ബെൻഡഡ് സ്ട്രക്ചറിലിരിക്കുമ്പോൾ ഇതാണ് നമ്മളുടെ എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ എംബ്രിയോണൽ ആക്സിസും ഇത് 2 കോട്ടിലിഡൻസ് ആണ്. ഇത് ബെൻഡ് ചെയ്ത പോലെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ബെൻഡ് ചെയ്ത പോലെയാണ് ഈ 2 കോട്ടിലിഡനും ബെൻഡ് ചെയ്ത പോലെയാണ് നമുക്ക് കാണുന്നത്. ഇതാണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറഞ്ഞു. ദിസ് ഈസ് ദി കോട്ടിലിഡനൈൽ നോഡ് എന്ന് പറയും. കോട്ടിലിഡനൈൽ നോഡിൻ്റെ എബവ് ദി ലെവൽ ഓഫ് കോട്ടിലിഡൻ ഈസ് കോൾഡ് എപ്പികോട്ടൽ റീജിയൻ ആൻഡ് ബിലോ region is called hypocotyl region. This below hypocotyl region is terminates into radicle and then radicle will be having root cap. അതുപോലെ ഈ എപ്പികോട്ടൽ റീജിയൻ ടെർമിനേറ്റ്സ് ഇൻ പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ഷൂട്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ദ സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ നോക്കിക്കോളൂ. പ്രോ എംബ്രിയോയിൽ നിന്ന് ഗ്ലോബുലാർ എംബ്രിയോ, അതിൽ നിന്ന് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ദെൻ മച്ചുവർ എംബ്രിയോ. ഈ രീതിയിലാണ് എംബ്രിയോയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇതാണ് സൈഗോട്ട്. സൈഗോട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബേസൽ സെല്ലും അതുപോലെ തന്നെ ടെർമിനൽ സെല്ലും. ഇവിടെ ബേസൽ സെല്ല് ഇത് മൈക്രോപൈലർ ഞാൻ പറഞ്ഞു റീജിയൻ ഓഫ് ഓവ്യൂളിന് അനുസരിച്ചാണ് നമ്മളിത് പറയുന്നത്. ഇവിടെ ബേസൽ സെൽ ഒരു സസ്പെൻസർ സെല്ലായിട്ട് മാറുന്നു. ദിസ് ഈസ് ദ ഗ്ലോബുലാർ എംബ്രിയോ വിച്ച് ഈസ് ചേഞ്ചിങ് ഇൻ ടു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ദെൻ ഇറ്റ് ഈസ് ദി മച്ചുവർ എംബ്രിയോ. റാഡിക്കിൾ കാണാം, കോട്ട്ലിഡൻസ് കാണാം, പ്ലിമ്യൂള് കാണാം. ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ. The process of development of embryo from zygote is called embryogenesis. എംബ്രിയോൻ്റെ ജനനം എന്ന് വിചാരിച്ചാൽ മതി. എംബ്രിയോജെനസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് മോണോകോട്ടിലിഡൻ എംബ്രിയോ ആണ് പറയുന്നത്. മോണോകോട്ടിൻ്റെ എംബ്രിയോൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. ഈ ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഇത് ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോ, ഇത് ടിപ്പിക്കൽ മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. സ്ലൈറ്റ്ലി കുറച്ച് വേരിയേഷൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും ഉണ്ടാകുന്ന സ്ഥലത്ത് മോണോകോട്ട് ആണെങ്കിൽ ബേസൽ സെല്ലുണ്ട്, ടെർമിനൽ സെല്ലുണ്ട്, മിഡിൽ സെല്ലുണ്ട്. 3 സെല്ലുകൾ ഉണ്ടാവും. ഈ 3 സെല്ലുകൾ ഫോം ആകുന്നു. ഇതിൽ മിഡിൽ സെല്ലാണ് മോസ്റ്റ് ഓഫ് ദി എംബ്രിയോ ആയിട്ട് മാറുന്നത്. ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതേ ഇല്ല. ടെർമിനൽ സെല്ല് കോട്ടിലിഡനായിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഈ മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് സ്കൂട്ടെല്ലം. സ്കൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഗ്രാസ് ഫാമിലി മോണോകോട്ട് കോട്ടിലിഡൻ, ഗ്രാസ് ഫാമിലി കോട്ടിലിഡൻ ഈസ് കോൾഡ് സ്കൂട്ടെല്ലം വിച്ച് ഈസ് എ ഹോഴ്സ്ഷൂ ഷേപ്ഡ് സ്ട്രക്ചർ. ഇനി ഇതാണ് കോട്ടിലിഡൻ. ഇതാണ് കോട്ടിലിഡൻ്റെ അറ്റാച്ച്മെൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എംബ്രിയോണൽ ആക്സിസ്. കോട്ടിലിഡൻ അറ്റാച്ച്മെൻറ്റ് സൈറ്റിന് എബോവ് റീജിയനെ നമ്മൾ എന്താ പറയുക എപ്പികോട്ടൽ റീജിയൻ, ബിലോ റീജിയനെ നമ്മൾ പറയുന്നത് ഹൈപ്പോകോട്ടൽ റീജിയൻ. Hypocotyl region terminates into radicle. Radicle has a root cap and radicle root cap is covered by coleorhiza. മനസ്സിലായല്ലോ. അതുപോലെ ഇവിടെ പ്ലിമ്യൂള് കാണാം. പ്ലിമ്യൂള് ലീഫ് പ്രൈമോഡിയം സെല്ലുകൾ കാണാം. ഇതിന് കവർ ചെയ്തിട്ടുള്ള ഷീറ്റിനെ പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ. ഇത് ഇവിടെ കണ്ടോ എപ്പിബ്ലാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റൂഡിമെൻ്ററി കോട്ടിലിഡൻ പ്രസൻറ്റ് ഇൻ ഫ്യൂ മോണോകോട്ട് സീഡ്. അതിന് പറയുന്ന പേരാണ് എപ്പിബ്ലാസ്റ്റ്. സോ ദീസ് ആർ ദി സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദി മോണോകോട്ട് എംബ്രിയോ. So it is situated, a cotyledon of grass family is called scutellum. Monocot embryo has only a single cotyledon and single cotyledon in grass family is called scutellum. And it is situated lateral to the embryonal axis. At its lower end, embryonal axis has a radicle and a cap enclosed in coleorhiza. The portion of the embryonal axis above the level of attachment of scutellum is called epicotyl region, which has shoot apex and leaf primordium enclosed in coleoptile. അതെല്ലാം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മോണോകോട്ടിൻ്റെ സ്ട്രക്ചർ, മോണോകോട്ട് എംബ്രിയോയിൻ്റെ സ്ട്രക്ചർ. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ് ഫ്രം ദി ഓവ്യൂളാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്കിപ്പോൾ എംബ്രിയോ സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു. എൻഡോസ്പെർം എങ്ങനെയാണ് ഫോം ആകുന്നതെന്ന് പറഞ്ഞു. എംബ്രിയോ എങ്ങനെയാണ് ഫോം ആകുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ എംബ്രിയോയും എൻഡോസ്പെർമും ഒക്കെ ഏതിൻ്റെ ഉള്ളിലാണുള്ളത്? സീഡിൻ്റെ ഉള്ളിലാണുള്ളത് അല്ലേ. അപ്പോൾ സീഡിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫെർട്ടിലൈസ്ഡ് ഒവ്യൂളിനെയാണ് നമ്മൾ സീഡ് എന്ന് പറയുന്നത്. ആൻഡ് സീഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ്. എവിടെയാണ് സീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് സീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ സീഡ് ഈസ് ദി ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒവ്യൂളിനെയാണ് നമ്മൾ സീഡ് എന്ന് പറയുക. അതുപോലെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ടാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവർ ഈസ് ചേഞ്ചിങ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ ഈസ് ചേഞ്ചിങ് ഇൻ ടു സീഡ്.
അതറിയാലോ എല്ലാവർക്കും. ഇനി സീഡ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ദി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സാധാരണ ഒരു സീഡിന് ഇപ്പോൾ നമ്മളിത് നമ്മളുടെ ഒരു ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനുശേഷം മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ എടുത്താൽ ഒരു ഡൈക്കോട്ട് സീഡിന് 2 കോട്ടിലിഡനുണ്ട്. അതറിയാലോ, 2 കോട്ടിലിഡനുണ്ട്. ഇവിടെ ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന. ഇനി ഈ 2 കോട്ടിലിഡനിൽ ഈ സീഡിന് ഒരു സീഡ് കോട്ട് ഉണ്ട്. ഈ സീഡ് കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷന് ശേഷം എന്തായിട്ട് മാറുന്നത്? സീഡ് കോട്ടായിട്ട് മാറുന്നത്. സോ ദ ഇൻറ്റഗ്മെൻ്റ് ഓഫ് ഓവ്യൂൾ ഈസ് ചേഞ്ചിങ് ഇൻ ടു സീഡ് കോട്ട്. നമുക്ക് എത്ര ഇൻറ്റഗ്മെൻ്റ് ഉണ്ട്? നോർമലായിട്ട് എത്ര ഇൻറ്റഗ്മെൻ്റ് ഉണ്ടെന്നാണ് പഠിച്ചിരിക്കുന്നത്? ബൈടെക്നിക് ഓവ്യൂളാണ് അല്ലേ? ബൈടെക്നിക് ഓവ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റഗ്മെൻ്റ് ഉണ്ട്. 2 ഇൻറ്റഗ്മെൻറ്റിൽ ഔട്ടർ ഇൻറ്റഗ്മെൻ്റ് ടെസ്റ്റ എന്ന് പറയുന്ന ഒരു സീഡ് കോട്ട് ഉണ്ടാക്കും. ഇന്നർ ഇൻറ്റഗ്മെൻ്റ് ടെക്മൻ എന്ന് പറയുന്ന സീഡ് കോട്ട് ഉണ്ടാക്കും. സോ ഹിയർ ഔട്ടർ ഇൻറ്റഗ്മെൻ്റ് ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു ടെസ്റ്റ. അപ്പം പുറമെയുള്ള സീഡ് കോട്ടിൻ്റെ പേരെന്താണ്? ടെസ്റ്റ എന്നാണ്. ഉള്ളിലുള്ള ഇന്നർ സീഡ് കോട്ട് ഇതിനെ പറയുന്ന പേരാണ് ടെക്മൻ എന്നാണ് പറയുക. ടെക്മൻ. അപ്പോൾ ഇന്നർ ഇൻറ്റഗ്മെൻ്റ് ആണ് ടെക്മൻ ആയിട്ട് മാറുന്നത്. ഔട്ടർ ഇൻറ്റഗ്മെൻ്റ് ആണ് ടെസ്റ്റ് ആയിട്ട് മാറുന്നത്. ഇതാ എംബ്രിയോണൽ ആക്സിസ്, കോട്ടിലിഡൻസ് എല്ലാം കാണുന്നുണ്ട്. ഇനി സാധാരണ ഒരു മോണോകോട്ട് എംബ്രിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മോണോകോട്ട് എംബ്രിയോ ആണെങ്കിൽ ഇതാണ് ഒരു മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ. മോണോകോട്ട് സീഡിൽ ഇതേപോലെ നമുക്കൊരു റാഡിക്കൽ പോർഷൻ കാണാം. റാഡിക്കൽ പോർഷൻ നമുക്കറിയാം കോളിയോറൈസ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലിമ്യൂൾ പോർഷൻ കാണാം. പ്ലിമ്യൂൾ കോളിയോപ്റ്റൈൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ കോട്ടിലൻ. ഈ ഭാഗത്താണ് അതിൻ്റെ കോട്ടിലിഡൻ ഉണ്ടാകുക. ഇറ്റ് ഹാസ് എ സ്റ്റോർഡ് എൻഡോസ്പേം ഉണ്ടാകും. എൻഡോസ്പേമിന് ഒരു സ്റ്റാർച്ചി എൻഡോസ്പേം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പൊട്ടിനേഷ്യസ് ആയിട്ടുള്ള അല്യൂറോൺ ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതേയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ സീഡിൻ്റെ അല്ലേ? ഇനി ബാക്കി എന്തെല്ലാമാണ് ഒരു സീഡിലുണ്ടാകുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. എ മച്യൂർ സീഡ്, ആക്ച്വലി വി ക്യാൻ ഡിവൈഡ് ദ മച്യൂർ സീഡ് ഇൻ ടു 2 ടൈപ്പ്. എങ്ങനെയൊക്കെയാണ്? എൻഡോസ്പേമിക് സീഡ് ആൻഡ് നോൺ എൻഡോസ്പേമിക് സീഡ്. എൻഡോസ്പേമിക് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഡോസ്പേം ഉള്ള സീഡുകളെയാണ് നമ്മൾ എൻഡോസ്പേമിക് സീഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ആൽബുമിനസ് സീഡ് എന്നും പറയാറുണ്ട്. സോ എൻഡോസ്പേമിക് സീഡ് ഓൾസോ കോൾഡ് എന്താണ്? ആൽബുമിനസ് സീഡ് എന്നാണ് പറയുക. എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളെയോ നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സാൽബുമിനസ് എന്ന് പറയും. സോ മച്യൂർ സീഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്പ്: albuminous and non-albuminous seed. Non-albuminous or ex-albuminous, albuminous or endospermic seed. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എക്സാൽബുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോർഡ് എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളെ പറയുന്ന പേരാണ് എക്സാൽബുമിനസ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ സ്റ്റോർഡ് എൻഡോസ്പേം ഇല്ലാത്തത്? എൻഡോസ്പേം സാധാരണ രീതിയിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻ്റ് ആയിട്ട് ഫോം ആകുന്നതല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചില സീഡുകളിൽ ഇങ്ങനെ ഡെവലപ്പ് ആകുന്ന എൻഡോസ്പേം എംബ്രിയോജനിസിസ് നടക്കുമ്പോൾ തന്നെ യൂട്ടിലൈസ് ആകും. അങ്ങനെയാണെങ്കിൽ ഒരു മച്യൂർ സീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എൻഡോസ്പേം ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സാൽബുമിനസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സാൽബുമിനസ് ഓർ നോൺ ആൽബുമിനസ് സീഡ്. So they have no residual endosperm and it is completely consumed during the embryo development. അങ്ങനെയുള്ള സീഡുകൾക്ക് എക്സാമ്പിൾ ആണ് പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് എല്ലാം. ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേ റിറ്റെയിൻ ദി സ്റ്റോർഡ് എൻഡോസ്പേം. അവർ കംപ്ലീറ്റ് ആയിട്ട് ആ എൻഡോസ്പേം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. They retain some portion of the endosperm. അതിനെ പറയുന്ന പേരാണ് എൻഡോസ്പേമിക് സീഡ് എന്ന് പറയും, അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ് എന്ന് പറയും. അങ്ങനെയുള്ള ആൽബുമിനസ് സീഡുകൾക്ക് എക്സാമ്പിളാണ് വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ, കോക്കനട്ട്, സൺഫ്ലവർ എല്ലാം. സോ ഇതൊക്കെയാണ് വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ, കോക്കനട്ട്, സൺഫ്ലവർ. ഇതെല്ലാം ആൽബുമിനസ് സീഡുകളാണ്. അതേസമയം നോൺ ആൽബുമിനസ് സീഡുകളാണ് പീ, ഗ്രൗണ്ട്നട്ട്,
ബീൻസ് എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു 60% ഓഫ് ഒരു മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ടും നോൺ എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡാണെന്ന് പറയും. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, എക്സെപ്ഷനുകളുണ്ട്. അതുപോലെ മോണോകോട്ട് സീഡുകളാണെങ്കിൽ ആൽബുമിനസ് സീഡുകളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എക്സെപ്ഷണൽ കേസ് രണ്ടിലും കാണാം. അതുകൊണ്ട് നമ്മളിങ്ങനെ എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുകയാണ് നല്ലത്. ഏതൊക്കെയാണ്? നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ റെസിഡുവൽ എൻഡോസ്പെർം ഇല്ലാത്തത്, ആൽബുമിനസ് സീഡുകൾ എന്ന് പറഞ്ഞാൽ റെസിഡുവൽ എൻഡോസ്പെർം ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ചില സീഡുകളിൽ ഞാൻ നേരത്തെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ചില സീഡുകളിൽ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ, ബീട്രൂട്ടിൻ്റെ സീഡ്, അതിലൊക്കെ ന്യൂസെല്ലസ് നമുക്കറിയാം ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസ് ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലസിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിസ്പേം എന്ന്. പെരിസ്പേം കാണുന്ന 2 സീഡുകളാണ് ബ്ലാക്ക് പെപ്പറും ബീട്രൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പെരിസ്പേം. ദിസ് ഈസ് ദ പെരിസ്പേം. അപ്പോൾ പെരിസ്പേം മച്ചുറായിട്ട് എംബ്രിയോയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. സീഡ് കോട്ട്, എംബ്രിയോ, പെരിസ്പേം. എൻഡോസ്പേം ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? അതുപോലെ ഇവിടെയും. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓവറി ഫ്രൂട്ടാണ്, ഓവ്യൂൾ എന്താകും? സീഡാകും. ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള സൈഗോട്ട് എംബ്രിയോ പിന്നീട് പ്ലാന്റ് ആയിട്ട് മാറുന്നു. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എൻഡോസ്പെർം ആയിട്ട് മാറുന്നു. സീഡിൻ്റെ കോട്ട് ഇൻഡഗമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. ടെസ്റ്റയുണ്ട്, ടെക്മെൻ്റ് ഉണ്ട്. ഫ്രൂട്ടിൻ്റെ വോളിന് നമ്മൾ പെരികാർപ്പ് എന്ന് പറയും. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്, ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. പിന്നെ മൈക്രോപൈൽ റീജിയൻ ഉണ്ട്. ഈ മൈക്രോപൈൽ റീജിയനിലൂടെയാണ് ഓക്സിജനൊക്കെ ഉള്ളിലേക്ക് കയറുന്നത്. ഫ്യൂണിക്കിൾ സ്റ്റോക്ക് ഓഫ് ദി സീഡായിട്ട് മാറുകയാണ്. അതുപോലെ പൂവിൻ്റെ കാലിക്സ്, കൊറോള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫോളോ ഓഫ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്ലാന്റിൻ്റെ കാലിക്സ്, കൊറോള എല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അല്ലേ? പക്ഷെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലിക്സ് ഒക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെയുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളുടെ തക്കാളി അല്ലേ? തക്കാളിയിലൊക്കെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്താൽ പോലും ആ കാലിക്സ് അങ്ങനെ കാണാറുണ്ട്. വഴുതനങ്ങ, അതിലൊക്കെ കാലിക്സ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലിക്സിന് എക്സാമ്പിളാണ് അവയെല്ലാം. സോ മോസ്റ്റ്ലി അത് വിതറവേ അതായത് ഫോളോ ഓഫ് ചെയ്യും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില പ്ലാന്റുകളിൽ അത് പെർസിസ്റ്റൻ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സീഡ് ജെർമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സീഡ് ജെർമിനേഷൻ, സീഡ് ഡിസ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ സീഡ് പുറത്തേക്ക് വന്നാൽ ഉടനെ സീഡ് ജെർമിനേഷൻ നടക്കുമോ? എങ്ങനെയൊക്കെയാണ് ജെർമിനേഷൻ നടക്കുക എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ദ ഇൻഡഗമെൻറ്റ്സ് ഓഫ് ഓവ്യൂൾസ് ആർ ഹാർഡൻ ആർ ടഫ് ആൻഡ് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട്. അത് നമ്മൾ പഠിച്ചു ഇതല്ലേ? ഓവ്യൂളിൻ്റെ ഇൻഡഗമെൻറ്റ് ഹാർഡായിട്ടുള്ള ടഫായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ദാറ്റ് അതിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോയ്ക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു പ്രോപ്പർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വരുന്നത് വരെ അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് കഴിയാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഓവ്യൂളിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഒരു മൈക്രോപൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ മൈക്രോപൈലിലൂടെയാണ് ഓക്സിജൻ വാട്ടർ എൻ്റർ ഇൻ ടു സീഡ് ഫോർ ജെർമിനേഷന് വേണ്ടിയിട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജെർമിനേഷൻ ഇറ്റ് നീഡ് വാട്ടർ, അതുപോലെ തന്നെ ഓക്സിജനൊക്കെ വേണ്ടി വരും. ആ സമയം ഈ മൈക്രോപൈൽ റീജിയനിലൂടെയാണ് ഇതെല്ലാം എൻ്റർ ആകുന്നത്. ഇനി സീഡ് മച്ചുർ ആയി കഴിയുമ്പോൾ ഇറ്റ് ബിക്കം ഡ്രൈ, വളരെ ഡ്രൈ ആയിട്ട് മാറും. അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 10 to 15% ആയിട്ട് കുറയും. മെറ്റബോളിക് ആക്ടിവിറ്റി എല്ലാം വളരെ സ്ലോ ഡൗൺ ആയിട്ട് ഒരു പ്രത്യേക ഡോർമൻസി സ്റ്റേജിലേക്ക് ഇത് വരും. അതിനെയാണ് നമ്മൾ സീഡ് ഡോർമൻസി എന്നൊക്കെ പറയുന്നത്. സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് കുറച്ചു കാലം ഓരോ ടൈപ്പ് ഓഫ് സീഡുകൾക്കനുസരിച്ച് കുറേ നാളുകളോളം ഈ സീഡിന് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം വളരെ കുറച്ച് കൊണ്ടുവന്ന് മണ്ണിൻ്റെ അടിയിൽ കഴിയാനുള്ള കഴിവുണ്ട്. അതുപോലെ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ, മോയ്സ്ചർ, ഓക്സിജൻ, സൂറ്റബിൾ ടെമ്പറേച്ചർ എല്ലാം ഫേവറബിൾ ആയിട്ട് വന്നാൽ മാത്രമാണ് ഇത് ജെർമിനേറ്റ് ആവുള്ളൂ. നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് കണ്ട ഒരു എംബ്രിയോ ഡെവലപ്പ് ആകുന്നതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ സീഡ് ജെർമിനേഷനെ പറ്റി പറയുമ്പോൾ 2 തരത്തിലുള്ള സീഡ് ജെർമിനേഷൻ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആൻഡ് 2 എപ്പിജിയൽ ജെർമിനേഷൻ. അപ്പോൾ ഹൈപ്പോജിയൽ ആൻഡ് എപ്പിജിയൽ ജെർമിനേഷൻ. ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആൻഡ് എപ്പിജിയൽ ജെർമിനേഷൻ. ആദ്യം തന്നെ നമുക്ക് ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്താണെന്ന് നോക്കാം. ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലിമ്യൂൾ ഗ്രോസ് ഫസ്റ്റ്.
അല്ലെങ്കിൽ എപ്പികോട്ടൈൽ റീജിയൻ ഗ്രോസ് ഫസ്റ്റ്. എപ്പികോട്ടൈൽ റീജിയൻ അല്ലെങ്കിൽ പ്ലിമ്യൂളാണ് പുറത്തേക്ക് വരുന്നത്. എപ്പികോട്ടൈൽ റീജിയൻ ആണ് പുറത്തേക്ക് വരുന്നത്. എപ്പികോട്ടൈൽ റീജിയൻ പുറത്തേക്ക് വരുമ്പോൾ പ്ലിമ്യൂൾ മാത്രമാണ് പുറത്തേക്ക് വരിക. ആൻഡ് അതുപോലെ തന്നെ കോട്ടിലിഡൻ ബാക്കിയുള്ള എല്ലാ പോർഷൻസിനെയും അത് മണ്ണിൻ്റെ അടിയിലേക്ക് സപ്രസ് ചെയ്യും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജെർമിനേഷനെ പറയുന്ന പേരാണ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. ഇൻ ഹൈപ്പോജിയൽ ജെർമിനേഷൻ epicotyl grows first, so plumule only will come out of the soil and it will push all the other part inside the soil. പുഷ് ചെയ്യും, സോയിലിൻ്റെ ഉള്ളിലേക്ക് തള്ളും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജെർമിനേഷന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. നമ്മളുടെ പീ, മാംഗോ അങ്ങനെയുള്ള പ്ലാന്റുകളിലൊക്കെ മോസ്റ്റ് ഓഫ് ദി മോണോക്കോട്ടിൽ, കോക്കനട്ട് അങ്ങനെയുള്ള എല്ലാത്തിലും മോസ്റ്റ് ഓഫ് ദി മോണോക്കോട്ട്, അതുപോലെ പീ, ഗ്രാം, മാംഗോ അതിലൊക്കെ കാണപ്പെടുന്ന ഒരു ജെർമിനേഷനാണ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ജെർമിനേഷന് നമ്മൾ പറയുന്ന പേരാണ് എപ്പിജിയൽ ജെർമിനേഷൻ. എപ്പിജിയൽ ജെർമിനേഷൻ. എപ്പിജിയൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഡിക്കിൾ ഗ്രോസ് ഫസ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോകോട്ടൈൽ റീജിയൻ ഗ്രോസ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ റൂട്ട്, ഇതിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ റൂട്ട് ആദ്യം തന്നെ വളരുന്നു. റൂട്ട് ആദ്യം തന്നെ വളർന്ന് താഴേക്ക് പോകും. അപ്പോൾ അതേപോലെ അപ്പോൾ ബാക്കിയുള്ള റീജിയൻസ് എല്ലാം, അതായത് കോട്ടിലിഡൻ, പ്ലിമ്യൂള് അതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ പിന്നീടാണ് പുറത്തേക്ക് വരിക. ആദ്യം റൂട്ടാണ് വളരുക. ഈ ടൈപ്പ് ഓഫ് ജെർമിനേഷനെ പറയുന്ന പേരാണ് എപ്പിജിയൽ ജെർമിനേഷൻ. സോ ഇൻ ദ കേസ് ഓഫ് എപ്പിജിയൽ ജെർമിനേഷൻ ഹൈപ്പോകോട്ടൈൽ റീജിയൻ ഗ്രോസ് ഫസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ എപ്പികോട്ടൈൽ റീജിയൻ ഗ്രോസ് ഫസ്റ്റ്. ഈ ഹൈപ്പോജിയൽ ജെർമിനേഷൻ കാണുന്നത് സാധാരണ രീതിയിൽ എപ്പിജിയൽ ജെർമിനേഷൻ കാണുന്നത് സാധാരണ രീതിയിൽ മസ്റ്റാർഡ്, സൺഫ്ലവർ മുതലായ സീഡുകളിലാണ്. ഇനി നമുക്ക് സീഡിൻ്റെ അഡ്വാൻറ്റേജസ് ഏതെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം സീഡ് വഴിയാണ് നെക്സ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റാണ് സീഡ് എന്ന് പറയുന്നത്. ഈ സീഡ് വഴി നമുക്ക് അടുത്ത നെക്സ്റ്റ് ജനറേഷൻസിലുള്ള പ്ലാന്റുകളെയൊക്കെ വളർത്താൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം. സിൻസ് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ടർ, സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ. Better adaptive strategies for dispersal to new habitat. It helps the species to colonize in other areas. അതായത് ഇപ്പോൾ പല സീഡുകൾക്കും പല രീതിയിലുള്ള ഡിസ്പേഴ്സൽ മെത്തേഡുകളുണ്ട്. ചിലത് വാട്ടർ വഴി ഡിസ്പേഴ്സ് ചെയ്യും, ചിലത് ആനിമൽസ് വഴി ഡിസ്പേഴ്സ് ചെയ്യാറുണ്ട്, ചിലത് വിൻഡ് വഴി ഡിസ്പേഴ്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരേ ഏരിയയിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ കോളനൈസ് ചെയ്ത് വളരാതെ തടയാറുണ്ട്. പിന്നെ അബൻഡൻ്റ് ആയിട്ടുള്ള ഫുഡ് റിസർവുകളുണ്ട്. അബൻഡൻ്റ് ആയിട്ടുള്ള ഫുഡ് റിസർവുകൾ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിന് ഡോമൻ്റ് ആയിട്ടിരിക്കാനുള്ള കഴിവുണ്ട്. എത്ര കാലം വേണമെങ്കിലും ഡോമൻ്റ് ആയിട്ടിരിക്കാനുള്ള കഴിവുണ്ട്. ബീയിങ് ദി പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ദേ ജനറേറ്റ് ന്യൂ ജനറ്റിക് റീകോമ്പിനേഷൻസ് ആൻഡ് വേരിയേഷൻസ്. അതൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് ഉള്ള പ്രോഡക്റ്റുകളെ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമുക്കറിയാം ഡീഹൈഡ്രേഷൻ, ഡോമൻസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതിന് ഡോമൻ്റ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഒരു മണ്ണിൻ്റെ അടിയിൽ കഴിയാനുള്ള കഴിവ് സീഡുകൾക്കുണ്ട്. അതുപോലെയുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് വയബിലിറ്റീൻ്റെ കാര്യമാണ് പറയുന്നത്. ചില സീഡുകൾ മന്ത്സുകളോളം, ഒരു 1-2 മാസം മാത്രമേ വയബിളായിട്ടിരിക്കൂ. അതേസമയം ചില സീഡുകൾ വർഷങ്ങളോളം വയബിളായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ള 1-2 സീഡുകളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ സീഡ് എന്ന് പറയുന്നത് ലുപ്പിനസ് സീഡാണ്. അതായത് ലുപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ലുപ്പിനസ് ആർട്ടിക്കസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ റീസെൻ്റ് എന്നല്ല, നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് ലുപ്പൈൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ, അതായത് ലുപ്പിനസ് ആർട്ടിക്കസിൻ്റെ ഒരു സീഡ് കിട്ടി. അതായത് അത് ആർട്ടിക് തുന്ദ്ര ഭാഗത്ത് നിന്ന് എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ സീഡാണ്. ഇതിൻ്റെ ഏജ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തപ്പോൾ ഇതിന് ഏകദേശം 10,000 ഇയേഴ്സ് ആയിട്ട് അത് ഡോർമൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10,000 ഇയേഴ്സിന് ശേഷം അത് അതിന് പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഫ്ലവറിങ് നടത്തിയ ഒരു പ്ലാന്റ് ആണ് ലുപ്പിനസ് ആർട്ടിക്കസ് അല്ലെങ്കിൽ ലുപ്പൈൻ എന്ന് പറയുന്ന പ്ലാന്റ്. അതിൻ്റെ ഇമേജാണ് ഈ തന്നിരിക്കുന്നത്. അടുത്തതാണ് നമ്മളുടെ ഒരു ഡേറ്റ് പാമാണ് ഫോണിക്സ് ഡക്റ്റിലിഫറ എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ഇതേപോലെ 2000 വർഷങ്ങൾക്ക് ശേഷം ഫ്ലവറിങ് നടത്തിയ ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇതേപോലെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ കിങ് ഹെറോൾഡ് പാലസിൻ്റെ
ഡെഡ് സീൻ്റെ തൊട്ടടുത്തുള്ള ഒരു കിങ് ഹെറോൾഡ് പ്ലാനസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സീഡാണിത്, ഫോണിക്സ് ഡക്റ്റിലിഫറ. ഇത് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഫ്ലവറിങ് നടത്തിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് സീഡുകൾക്ക് എത്ര കാലം വേണമെങ്കിലും മണ്ണിൻ്റെ അടിയിൽ ഡോർമൻ പീരിയഡിലൂടെ നിൽക്കാനുള്ള കഴിവുണ്ടെന്നാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളതിനെ പുറത്തെടുത്താലും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ടെമ്പറേച്ചറും കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജെർമിനേഷൻ നടക്കാം എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി നമുക്കറിയാം സീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഫ്രൂട്ടാണ് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഫ്രൂട്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് ഓവറിയാണ്, ഫെർട്ടിലൈസ്ഡ് ഓവറി. സോ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫുഡ്. So transformation of ovule into seed and ovary into food proceeds simultaneously. അപ്പോൾ അതായത് ഫ്രൂട്ടും അതുപോലെ തന്നെ സീഡും ഉണ്ടാകുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓവറിക്ക് ഒരു വോൾ ഉണ്ടല്ലോ അല്ലേ. ഓവറിൻ്റെ വോൾ എന്തായിട്ടാണ് മാറുക? ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറും. ഫ്രൂട്ടിൻ്റെ വോളാകുമ്പോൾ നമ്മളതിനെ പറയുന്ന പേരാണ് പെരികാർപ്പ് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പെരികാർപ്പിന് 3 ലെയേഴ്സുകളൊക്കെ ഉണ്ട്. എപ്പികാർപ്പ് ഔട്ടർമോസ്റ്റ് ലെയറാണ്, മീസോകാർപ്പ് മിഡിൽ ലെയറാണ്, എൻഡോകാർപ്പ് ഉള്ളിലുള്ള ലെയറാണ്. നമ്മൾ ഡ്രൂപ്പ് പഠിച്ചപ്പോൾ കഴിഞ്ഞ തവണ മോർഫോളജിയിൽ പഠിച്ചതാണ്. ഡ്രൂപ്പിൻ്റെ മാങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് തിൻ കവറിംഗ് എന്ന് പറയുന്നത് എപ്പികാർപ്പാണ്. നമ്മൾക്ക് കഴിക്കുന്ന ആ ഫ്ലഷി പാർട്ട് മീസോകാർപ്പാണ്. സ്റ്റോണി റീജിയനാണ് എൻഡോകാർപ്പ്. അതുപോലെ നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് റീജിയൻ അതിൻ്റെ എപ്പികാർപ്പാണ്. ഫൈബ്രസ് റീജിയൻ ആ ചകിരി എന്നൊക്കെ പറയുന്ന ഫൈബ്രസ് റീജിയൻ മീസോകാർപ്പാണ്. സ്റ്റോണി റീജിയൻ എൻഡോകാർപ്പാണ്. അപ്പോൾ ഫുഡ് ബോളിൻ്റെ 3 ലെയേഴ്സാണ്. അതുപോലെ ഫ്രൂട്ട് ഫ്ലഷി ആകാം, ഡ്രൈ ആകാം അല്ലേ. ഡ്രൈയിൽ തന്നെ ഡ്രൈ ഡെഹിസെൻ്റ് ഉണ്ട്, ഡ്രൈ ഇൻഡെഹിസെൻ്റ് ഉണ്ട്, ഷൈസോകാർപ്പിക് ഉണ്ട് അല്ലേ. മോർഫോളജിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടുകളൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. സോ ഫ്രൂട്ട്സ് മേ ബി ഫ്ലഷി ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിൾ ഏതാ? ഗോവ, ഓറഞ്ച്, മാംഗോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്രൈ ആകാം, അപ്പോൾ അതായത് നമ്മളുടെ ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് എല്ലാം ഡ്രൈ ഫ്രൂട്ടുകളാണ്. അപ്പോൾ അതാ നിങ്ങളുടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫ്രൂട്ടുകളുടെ കാര്യമൊക്കെ അതാ നിങ്ങൾക്ക് ഇത് കാണാം. നമ്മളുടെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള സീഡിൻ്റെ കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. എപ്പികാർപ്പും മീസോകാർപ്പ് എൻഡോകാർപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പെരികാർപ്പിൻ്റെ 3 ലെയേഴ്സ് നിങ്ങളിത് കണ്ടതാണ്, കഴിഞ്ഞ നമ്മൾ മോർഫോളജിയിൽ പഠിച്ചതുമായിരിക്കും. ഇതാണ് അതിൻ്റെ സീഡ്. ഫ്രൂട്ടിൻ്റെ വോളിൽ ഏറ്റവും പുറമെയുള്ളത് എപ്പികാർപ്പ്, എക്സോകാർപ്പ്. എപ്പികാർപ്പ് പല പേരുകൾ പറയും. മീസോകാർപ്പ് മിഡിൽ ലെയറാണ്. ഫ്ലഷി പോർഷൻസ് മീസോകാർപ്പാണ്. പക്ഷേ നമ്മളുടെ കോക്കനട്ടിൽ ആ ഫൈബ്രസ് പോർഷൻ ചകിരി പോലുള്ള പോർഷൻ മീസോകാർപ്പാണ്. എൻഡോകാർപ്പ് സ്റ്റോണി റീജിയനാണ് എൻഡോകാർപ്പ്. ഓക്കെ. ഇനി സാധാരണ ഫ്രൂട്ടുകൾ 2 തരത്തിലുണ്ട് അല്ലേ. ട്രൂ ഫ്രൂട്ട്, യൂകാർപ്പിക് ഫ്രൂട്ട്. യൂകാർപ്പിക് എന്നാണ് നമ്മൾ പറയുക. യൂകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് ആവണമെങ്കിൽ ദ ഫ്രൂട്ട് വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഫ്രം ദി ഓവറിയിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുക. മോസ്റ്റ് ഓഫ് ദി പ്ലാന്റുകളിൽ കാണപ്പെടുന്ന ഫ്രൂട്ടുകളും ട്രൂ ഫ്രൂട്ടാണ്. അതേസമയം ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോൾസ് ഫ്രൂട്ട് ആർ ഡെവലപ്പിംഗ് നോട്ട് ഓൺലി ഫ്രം ദി ഓവറിയിൽ നിന്ന് മാത്രമല്ല. അതിൻ്റെ അർത്ഥം എന്താ? തലാമസിൽ നിന്ന് ഡെവലപ്പ് ആകാം അല്ലേ. അതിൽ നിന്നൊക്കെ ഡെവലപ്പ് ആകുന്ന പോർഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ നമ്മളുടെ ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. ആപ്പിളിലൊക്കെ തലാമസാണ്, തലാമിക് റീജിയൻസ് ആണ് വരുന്നത്. സ്ട്രോബെറി ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. കാഷ്യൂ ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ട്രൂ ആകാം, ഫോൾസ് ഫ്രൂട്ട് ആകാം. ഫോൾസ് ഫ്രൂട്ടിനെ നമ്മൾ സ്യൂഡോകാർപ്പ് എന്ന് പറയും. ട്രൂ ഫ്രൂട്ടിനെ നമ്മൾ യൂകാർപ്പ് എന്ന് പറയും. ട്രൂ ഫ്രൂട്ട് ആണെങ്കിൽ വിച്ച് വിൽ ബി ഡെവലപ്പിംഗ് ഫ്രം ദി ഓവറി. ഫോൾസ് ഫ്രൂട്ട് ആണെങ്കിൽ വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഫ്രം ഓവറിയിൽ നിന്നുണ്ടാകാം ആൻഡ് ഓൾസോ ഫ്രം അതർ പാർട്സ് ഓഫ് ദി ഓവറി. ഇനി നമ്മളുടെ ഫ്രൂട്ടിൽ തന്നെ പറയാനുള്ള വേറൊരു സംഭവമാണ് നമ്മളുടെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അല്ലേ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ ചില ഫ്രൂട്ടുകൾ, അതായത് ഇപ്പോൾ ബനാന, അതുപോലെ പൈനാപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ടുകളൊക്കെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകളാണ്. അതായത് ഫ്രൂട്ട്സ് വിച്ച് ആർ ഡെവലപ്പിംഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ബനാന, നമ്മളുടെ പൈനാപ്പിൾ എല്ലാം. അതുപോലെ പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ സീഡ്ലെസ് ആയിരിക്കും. നമുക്ക് അറിയാലോ, നമ്മളുടെ മുന്തിരിയൊക്കെ സീഡ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ അപ്ലൈ ചെയ്ത് പാർത്തനോകാർപ്പിക് ആക്കി മാറ്റുന്നതാണ്. സോ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നാച്ചുറൽ ആയിട്ടുള്ള പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ബനാന ആൻഡ് പൈനാപ്പിൾ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണിയാണ്.
അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോമിക്സിസ് ഈസ് ദി ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മൾ നേരത്തെ പാർത്തനോകാപ്പി പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഫുഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതിന് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. ഈ അപ്പോമിക്സിസ് സാധാരണ രീതിയിൽ ആസ്റ്ററേസിയ ഫാമിലി, അതിലുള്ള ചില ഫ്ലവേഴ്സുകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്, ആസ്റ്ററേസിയ ഫാമിലിയിലും ഗ്രാസിലും കോമൺ ആയിട്ടുള്ളതാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആക്ച്വലി ദിസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, കാരണം എന്താ, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പക്ഷേ സീഡ് ഉണ്ടാവുകയും ചെയ്യും. സീഡ് ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് സീഡ് ഉണ്ടാവണമെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണം എന്നാണ് അല്ലേ. പക്ഷേ ഇവിടെ സീഡ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് മിമിക് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്പോമിക്സിസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ജനറലി അപ്പോമിക്സിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള അപ്പോമിക്സിസ് ആണ് ജനറലി നമുക്ക് കാണാൻ പറ്റുക. അപ്പോമിക്സിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ ടു കാറ്റഗറി. ഫസ്റ്റ് വൺ ഈസ് അഗാമോസ്പെർമി. അഗാമോസ്പെർമി എന്ന് പറഞ്ഞാൽ the formation of seed that has an embryo formed without meiosis and syngamy. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മിയോസിസോ സിംഗമിയോ നടക്കാതെ സീഡ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഗാമോസ്പെർമി. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണ് സീഡ് ഉണ്ടാകുക, അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത് എന്താ, ഗ്യാമറ്റോജെനിസിസ് നടക്കുമ്പോൾ നമുക്ക് എന്തായാലും മിയോസിസ് നടക്കണോ അല്ലേ. മിയോസിസോ സിംഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷനാണ്, ഫ്യൂഷൻ ബിറ്റ്വീൻ ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ്. ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാകാൻ നമുക്ക് സംശയം തോന്നാം. നമുക്ക് നോക്കാം. സോ അഗാമോസ്പെർമി ഈസ് ദ ഫോർമേഷൻ ഓഫ് സീഡ് ആൻഡ് ദാറ്റ് ഹാസ് ആൻ എംബ്രിയോ വിച്ച് ഈസ് ഫോംഡ് വിത്തൗട്ട് മിയോസിസ് ആൻഡ് സിംഗമി. സോ ഫസ്റ്റ് വൺ ഈസ് റിക്കറൻറ്റ്. ഈ അഗാമോസ്പെർമി തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റിക്കറൻറ്റ് അഗാമോസ്പെർമി ആൻഡ് നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി എന്ന് പറയുന്നത്. അപ്പോൾ റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകും, പക്ഷേ ഈ എംബ്രിയോ സാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലോയിഡ് ആണെന്ന് വിചാരിക്കൂ. എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാകുക, അതിന് തന്നെ നമുക്കറിയാം. ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഇതിന് മിയോസിസ് നടന്ന് 4 മെഗാസ്പോസുകൾ ഉണ്ടാകും, 3 ഡീജനറേറ്റ് ആകും, 1 മാത്രം ഫങ്ഷണൽ ആകും. ഈ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ആണ് പിന്നീട് എംബ്രിയോ സാക്കായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എംബ്രിയോ സാക്കിൽ ഉണ്ടാകുമ്പോൾ 3 ആൻറ്റിപോഡൽ സെല്ലുകളുണ്ട് ഹാപ്ലോയിഡ്, 2 സൈനർജിൻ ഉണ്ട് ഹാപ്ലോയിഡ്, ഒരു എഗ് ഉണ്ട് ഹാപ്ലോയിഡ്, പിന്നെ സെൻട്രൽ സെല്ല് 2 ഹാപ്ലോയിഡ് സെല്ലുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് എംബ്രിയോ സാക്കിൻ്റെ സാധാരണ രീതിയിൽ ഹാപ്ലോയിഡ് ആണ് ഉണ്ടാകുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ ഓൾ ദ സെൽസ് ഓഫ് ദി എംബ്രിയോ സാക്ക് ആർ ഡിപ്ലോയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഉണ്ടാകുക? ഐദർ ഇത് ഏതിൽ നിന്നുണ്ടാകണം? അപ്പോൾ സാധാരണ രീതിയിൽ ഒന്നുകിൽ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇവിടെ ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നില്ല എന്ന് വിചാരിക്കൂ, ഇത് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ സാക്ക് ആവുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇതിലുള്ള എല്ലാ സെല്ലും മൈറ്റോട്ടിക് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ സാക്ക് ആവുക എന്ന് പറഞ്ഞാൽ മൈറ്റോസിസിലൂടെ കേട്ടോ. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് സെൽ വോളൊക്കെ ഫോം ചെയ്ത് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഓൾ സെൽസ് ഓഫ് ദി എംബ്രിയോ സാക്ക് ആർ ഡിപ്ലോയിഡ്. ഇനി ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാ സെല്ലുകളും, സൈനർജിഡ് ഡിപ്ലോയിഡ് ആണ്, ആൻറ്റിപോഡൽ ഡിപ്ലോയിഡ് ആണ്, എഗ് ഡിപ്ലോയിഡ് ആണ്. ഇനി ഇതിൽ നിന്നൊക്കെ സീഡ് ഉണ്ടാവുകയാണെങ്കിലോ, ഇതിൽ നിന്ന് ഏതിലെങ്കിലും സീഡ് ഉണ്ടാവുകയാണെങ്കിലോ, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ സീഡ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിക്കറൻറ്റ് അഗാമോസ്പെർമി. സോ റിക്കറൻറ്റ് അഗാമോസ്പെർമി 2 തരത്തിലുണ്ടാകാം. അതായത് റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ ഓൾ ദ സെൽസ് ഓഫ് എംബ്രിയോ സാക്ക് ആർ ഡിപ്ലോയിഡ്, ദെൻ seed is forming from the diploid embryo sac. അങ്ങനെയാണ് recurrent agamospermy. So recurrent agamospermy are of 2 types. First one is apospory. In apospory, embryo should be developing from the nucellar cell. അപ്പോൾ നമുക്ക് ഓവ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂസെല്ലാർ സെൽ ഉണ്ട്, വിച്ച് ഈസ് ഡിപ്ലോയിഡ്. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂസെല്ലാർ സെൽ എംബ്രിയോ സാക്കായി എന്ന് വിചാരിക്കും. എംബ്രിയോ സാക്കിൽ നിന്ന് പിന്നീട് സീഡുകൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അപ്പോസ്പോറി. Then another one is diplospory. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗാസ്പോർ മദർ സെൽ ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ സാക്ക് ആയി എന്ന് വിചാരിക്കൂ, ആൻഡ് സീഡ്സ് ആർ ഫോമിംഗ് ഫ്രം ദി embryo sac, which is called diplospory. So recurrent agamospermy is in recurrent agamospermy all the cells of the embryo sac is diploid,
and seeds are forming from any cell of the embryo sac, which is called recurrent agamospermy. Recurrent agamospermy are of two types, appospory and diplospory. In appospory, embryo is forming from the nucellar cell, and diplospory, embryo is forming from the megaspore mother cell. മനസ്സിലായല്ലോ. ഇനി അടുത്ത നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി എന്താണെന്ന് നോക്കാം. In non-recurrent agamospermy ഏതെങ്കിലും കാരണവശാൽ എംബ്രിയോ സാക്ക് ഫോം ആയി എന്ന് വിചാരിക്കാം. സാധാരണ രീതിയിൽ തന്നെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് തന്നെ മിയോസിസ് നടന്ന് ഒരു 4 സ്പോറുകൾ ഉണ്ടായി, അതിൽ 3 ഡീജനറേറ്റ് ആയി, ഒരെണ്ണം മാത്രം ഫങ്ഷണലായി, അത് എംബ്രിയോ സാക്കായി എന്ന് വിചാരിച്ചോ. ആ എംബ്രിയോ സാക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് സീഡുകൾ ഉണ്ടാവുകയാണ്, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ എംബ്രിയോ സാക്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണുള്ളത് അല്ലേ. എഗ് ഹാപ്ലോയിഡ് ആണ്, ആൻറ്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്, സൈനർജിഡ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ സൈനർജിഡിൽ നിന്ന് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് വഴി അത് സീഡായിട്ട് മാറുകയാണ്. സൈനർജിഡ് സീഡായി, അല്ലെങ്കിൽ ആൻറ്റിപോഡൽ സെൽസ് സീഡായി, അല്ലെങ്കിൽ നമ്മളുടെ എഗ്ഗ് തന്നെ ഡയറക്റ്റായിട്ട് സീഡായി. അങ്ങനെയൊക്കെ ആണെങ്കിൽ എഗ്ഗ് തന്നെ ഡയറക്റ്റായിട്ട് എംബ്രിയോ ആയി, സീഡായി എന്നല്ല, ആൻറ്റിപോഡൽ സെൽസ് എംബ്രിയോ ആകാം, അതുപോലെ നമ്മളുടെ സൈനർജിഡ് എംബ്രിയോ ആകാം, എഗ്ഗ് എംബ്രിയോ ആകാം, അതൊക്കെ ആയി എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് സീഡുകൾ നോൺ വയബിൾ ആയിരിക്കും, അതായത് വയബിലിറ്റി ഇല്ലാത്ത സീഡുകളായിരിക്കും, ഹാപ്ലോയിഡ് അല്ലേ, അതുകൊണ്ട് നോൺ വയബിൾ ആയിട്ടുള്ള സീഡുകളായിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് നോൺ റീകറൻറ്റ് അഗാമോസ്പെർമി. ഇൻ ദ കേസ് ഓഫ് നോൺ റീകറൻറ്റ് അഗാമോസ്പെർമി, എംബ്രിയോ ഈസ് ഹാപ്ലോയിഡ്, സീഡ്സ് ആർ നോൺ വയബിൾ. എംബ്രിയോ ഹാപ്ലോയിഡ് ആവണമെങ്കിൽ എംബ്രിയോ സാക്കിലുള്ള സെല്ലുകളിൽ നിന്ന് ഏതെങ്കിലും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും എന്തുണ്ടാകണം, എംബ്രിയോ ഉണ്ടാകണം. ആൻറ്റിപോഡൽ സെൽസിൽ നിന്നോ എഗ്ഗിൽ നിന്നോ സൈനർജിഡിൽ നിന്നോ ഒക്കെ എംബ്രിയോ ഉണ്ടാകാം. മനസ്സിലായല്ലോ. ഇതാണ് നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി. സോ അഗാമോസ്പെർമി ഈസ് ഓഫ് ടു ടൈപ്സ്, റിക്കറൻറ്റ് അഗാമോസ്പെർമി ആൻഡ് നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി. ഇൻ ദ കേസ് ഓഫ് റിക്കറൻറ്റ് അഗാമോസ്പെർമി, the embryo is forming from the diploid embryo sac. That means from nucellar mother cell, one embryo sac is forming and embryo is developing from that embryo sac. In that case it is called appospory. And if in the case of megaspore mother cell, if embryo sac is formed from the megaspore mother cell, which is called diplospory. മനസ്സിലായല്ലോ. ഇനി നമുക്ക് another type of ഒരു അപ്പോമിക്സിസ് ഉണ്ട്, അതാണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. അപ്പോൾ അഡ്വൻറ്റീവ് എംബ്രിയോണി എന്താണെന്ന് നോക്കാം. അഡ്വൻറ്റീവ് എംബ്രിയോണിയിൽ embryo is developed directly from a diploid cell like nucellus and integument. ന്യൂസെല്ലസിൽ നിന്നോ ഇൻറ്റഗുമെൻറ്റിൽ നിന്നോ ഡയറക്റ്റായിട്ട് എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നില്ലേ, നേരത്തെ ഞാൻ ന്യൂസെല്ലാർ സെല്ലിൽ നിന്ന് അപ്പോസ്പോറി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവും. ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോസ്പോറിയിൽ എന്താ പറഞ്ഞത്, ന്യൂസെല്ലാർ സെൽ എംബ്രിയോ സാക്കായി, ആ എംബ്രിയോ സാക്കിൽ നിന്ന് എംബ്രിയോ ഉണ്ടായി എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡയറക്റ്റായിട്ട് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽ. അപ്പോൾ നമുക്കറിയാം ന്യൂസെല്ലസിലെ ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗുമെൻറ്റ് സെല്ല് ഡിപ്ലോയിഡ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂസെല്ലർ സെൽസും ഡിപ്ലോയിഡ് ആണ്, ഇൻറ്റഗുമെൻറ്റ് സെല്ലും ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എംബ്രിയോ സാക്കൊന്നും ഉണ്ടാവാതെ ഡയറക്റ്റായിട്ട് എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. മനസ്സിലായല്ലോ. സോ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. 2 തരത്തിലുണ്ട്, അഗാമോസ്പെർമി ആൻഡ് അഡ്വൻറ്റീവ് എംബ്രിയോണി. In agamospermy, the embryo is forming without meiosis and fertilization. So agamospermy is of 2 types, recurrent agamospermy and non-recurrent agamospermy. In the case of recurrent agamospermy, either embryo sac is forming from a nucellus or a megaspore mother cell. Clear? In recurrent agamospermy, if embryo sac is formed from a nucellar cell, which is called appospory. If it is formed from a megaspore mother cell, it is called diplospory. അപ്പോസ്പോറി ആണെങ്കിലും ഡിപ്ലോസ്പോറി ആണെങ്കിലും അതിൽ നിന്നും എംബ്രിയോ ഫോം ആവുകയാണെങ്കിൽ വിതൗട്ട് ഫെർട്ടിലൈസേഷൻ, ഇഫ് ആൻ എംബ്രിയോ is forming, which is called recurrent agamospermy.
ഇനി നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്കിലുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും ഉണ്ടാകുന്ന എംബ്രിയോ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്ന എംബ്രിയോ, അതിന് പറയുന്ന പേരാണ് നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി. റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ ഫോമേഷൻ ആകുന്ന എംബ്രിയോ സാക്ക് എല്ലാം ഡിപ്ലോയിഡ് ആയിരുന്നു. നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമിയിൽ എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആണ്. അതിൽ നിന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നോൺ റിക്കറൻറ്റ് അഗാമോസ്പെർമി എന്ന് പറയും. റിക്കറൻറ്റ് അഗാമോസ്പെർമി എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്ക് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഉണ്ടാവണമെങ്കിൽ ഐദർ ന്യൂസെല്ലസിൽ നിന്നുണ്ടാകണം അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഉണ്ടാകണം. ന്യൂസെല്ലസിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ അപ്പോസ്പോറി എന്ന് പറയും. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിനെ ഡിപ്ലോസ്പോറി എന്ന് പറയും. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് അപ്പോമിക്സിസ് ആണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. ഇഫ് എംബ്രിയോ ഈസ് ഡയറക്ട്ലി ഫോമിങ് ഫ്രം ഐദർ ഇൻറ്റഗുമെൻറ്റ് ഓർ ന്യൂസെല്ലസ്, അതിന് പറയുന്ന പേരാണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. മനസ്സിലായല്ലോ? ഇത്രയുമാണ് അപ്പോമിക്സിസ്. ഇനി നമുക്ക് പോളി എംബ്രിയോണി എന്താണെന്ന് നോക്കാം. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇത് നോക്കിക്കേ, ഇത് നമ്മളിപ്പോൾ ഇതൊരു സീഡ്. ഈ സീഡിൽ നിന്ന് സാധാരണ രീതിയിൽ ഒരു പ്ലാന്റ് ആണ് ഡെവലപ്പ് ആവേണ്ടത്. പക്ഷെ നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ടാകും ഒരു സീഡിൽ നിന്നും ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്ലാന്റ്സ് ഡെവലപ്പ് ആകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു സീഡിൽ മൾട്ടിപ്പിൾ എംബ്രിയോ ഉള്ളത് കൊണ്ടാണ് മൾട്ടിപ്പിൾ പ്ലാന്റ്സ് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എംബ്രിയോ ഒരു സീഡിൽ നിന്നും ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. സോ എ സിംഗിൾ സീഡ് ഡെവലപ്പിംഗ് ഇൻ ടു മൾട്ടിപ്പിൾ എംബ്രിയോസ്, ഇതാണ് പോളി എംബ്രിയോണി. അപ്പോൾ നമുക്ക് തോന്നാം എങ്ങനെയാണ് പോളി എംബ്രിയോണി വരിക, അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജിംനോസ്പേംസിലൊക്കെ ആണെങ്കിൽ ജിംനോസ്പേമിൽ പ്രോ എംബ്രിയോ, അതായത് ഡെവലപ്പ് ആകുന്ന എംബ്രിയോ ക്ലീവേജ് നടക്കും. ക്ലീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിവിഷൻ നടന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രോ എംബ്രിയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആൻജിയോസ്പേംസിൽ അങ്ങനെയും പോളി എംബ്രിയോണി നടക്കാം, അല്ലാതെയും നടക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ സം സ്പീഷീസ് ഡിപ്ലോയിഡ് egg cell is formed without reduction division and develops into embryo without fertilization. In many species, example many citrus and mango varieties, some nucellar cells surrounding the embryo sac divide and protrude into the embryo sac to form embryos. Thus, each ovule contain multiple embryos. അതായത് ഇപ്പം നമ്മളുടെ എംബ്രിയോ സാക്കിൽ സാധാരണ ഒരു എഗ്ഗാണ് ഉണ്ടാകുക. ഈ ഒരു എഗ്ഗിന് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് എംബ്രിയോ ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷേ പല കാരണവശാൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും സെല്ലുകൾ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്താലോ, നമ്മൾ നേരത്തെ അപ്പോമിക്സിസിൽ പഠിച്ചില്ലേ? അപ്പോമിക്സിസിൽ എന്താ പഠിച്ചത്? ഫോമേഷൻ ഓഫ് എംബ്രിയോസ്, അല്ലേ? ഒരുപാട് എംബ്രിയോ ഫോമേഷൻ നമ്മൾ പഠിച്ചു. ന്യൂസെല്ലാ സെല്ലിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകാം, ഇൻഡഗുമെൻറ്റിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകാം, ഇനി ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ എംബ്രിയോ ആയിട്ട് മാറാം എന്നൊക്കെ പഠിച്ചില്ലേ? ഈ കേസുകളിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ എംബ്രിയോസ് ഫോം ആകും. ഇങ്ങനെ മൾട്ടിപ്പിൾ എംബ്രിയോസ് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. ഇപ്പോൾ ഇവിടെ പോളി എംബ്രിയോണി കാണുന്ന സാധാരണ പ്ലാന്റുകളാണ് സിട്രസ്, മാംഗോ. ഇതിലൊക്കെ നമുക്ക് ന്യൂസെല്ലാ സെൽസിൽ നിന്നും എംബ്രിയോ ഉണ്ടാകാം. അപ്പോൾ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ് ഈസ് കോൾഡ് പോളി എംബ്രിയോണി. ഞാൻ പറഞ്ഞു ജിംനോസ്പേമിലൊക്കെ ആണെങ്കിൽ പ്രോ എംബ്രിയോ ഡിവൈഡ് ചെയ്ത് നമുക്ക് പോളി എംബ്രിയോണി ഉണ്ടാകും. ഇതിപ്പോൾ നമ്മളുടെ ഒരു എംബ്രിയോ സാക്കിൻ്റെ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു സാധാരണ ഒരു നോർമൽ എംബ്രിയോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, മൈക്രോപൈലാർ റീജിയനിലുള്ള നോർമൽ എംബ്രിയോ. ഇത് കൂടാതെ ഇത് കണ്ടോ, ന്യൂസെല്ലർ എംബ്രിയോ ഉണ്ടായിട്ടുണ്ട്. ന്യൂസെല്ലസിൽ നിന്നൊക്കെ ചില സെല്ലുകൾ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. സോ ഇവിടെ തന്നെ എത്ര എംബ്രിയോ ഉണ്ട്? 1 2 3 4 5 5 എംബ്രിയോ ഇതിൽ നിന്ന് ഡെവലപ്പ് ആയി, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ? ഇൻറ്റഗുമെൻറ്റിൻ്റെ ചില പോർഷൻസ് ചിലപ്പോൾ എംബ്രിയോ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ന്യൂസെല്ലർ സെൽ ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയും എംബ്രിയോ ആയിട്ട് മാറാം. ഇനി ചില സമയത്ത് ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ സാക്ക് ഫോം ആകാം. ഓരോ എംബ്രിയോ സാക്കിലും ഓരോ എംബ്രിയോ ഡെവലപ്പ് ആകാം. അങ്ങനെയും പോളി എംബ്രിയോണി കാണാറുണ്ട്. സോ പോളി എംബ്രിയോണിക്ക് പല റീസൺസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ ജിംനോസ്പേം പോളി എംബ്രിയോണി ഈസ് ഡ്യൂ ടു ദ ക്ലീവേജ് ഓഫ് ഗ്രോയിങ് എംബ്രിയോ. ഇറ്റ് ഈസ് കോൾഡ് ക്ലീവേജ് പോളി എംബ്രിയോണി. Occurrence of polyembryony is due to the fertilization of more than one egg is called നോർമൽ സിമ്പിൾ പോളി എംബ്രിയോണി. അപ്പോൾ നമ്മൾ സിമ്പിൾ പോളി എംബ്രിയോണിയിൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരുപാട് പോളി എംബ്രിയോണിക്ക് കാരണം ഒരുപാട് എംബ്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് സംഭവിക്കുക ഫെർട്ടിലൈസേഷൻ ഓഫ് മോർ ദാൻ വൺ എഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? സപ്പോസ് ഇതാണ് നമ്മളുടെ ഓവ്യൂൾ എന്ന് വിചാരിക്കൂ. നമ്മളുടെ ഓവ്യൂളാണിത്. ഇതാണ് നമ്മളുടെ എംബ്രിയോസാക്ക്.
ഇതാണ് നമ്മളുടെ ഓവ്യൂൾ എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളുടെ ഓവ്യൂൾ. അപ്പോൾ ഈ ഒവ്യൂളിൽ ഒരു എംബ്രിയോ സാക്ക് മാത്രമാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുക അല്ലേ. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ന്യൂസെല്ലാ സെല്ലിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടായി, ഇവിടെ ഒരു എംബ്രിയോ സാക്ക് ഉണ്ടായെന്ന് വെച്ചോ. ഇവിടെയും ഫെർട്ടിലൈസേഷൻ നടന്നു, ഇവിടെയും ഫെർട്ടിലൈസേഷൻ നടന്നു, ഇവിടെയും ഫെർട്ടിലൈസേഷൻ നടന്നു. അപ്പോൾ ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടാകാം, ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടാകാം, ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടാകാം. ഈ സൈഗോട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആകാമല്ലോ. അപ്പോൾ ഇങ്ങനെ സാധാരണ ഫെർട്ടിലൈസേഷൻ ഓഫ് മോർ ദാൻ 1 എഗ്, ഒന്നിൽ കൂടുതൽ എഗ്ഗിൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന എംബ്രിയോണിക്ക് പറയുന്ന പേരാണ് സിമ്പിൾ പോളി എംബ്രിയോണി, വിച്ച് ഇസ് കോൾഡ് സിമ്പിൾ പോളി എംബ്രിയോണി. സോ പോളി എംബ്രിയോണി ഈസ് ഡ്യൂ ടു ദ ഫെർട്ടിലൈസേഷൻ ഓഫ് മോർ ദാൻ 1 എഗ്, വിച്ച് ഈസ് കോൾഡ് സിമ്പിൾ പോളി എംബ്രിയോണി. ഇനി വേറെയും പോളി എംബ്രിയോണിക്ക് കാരണമുണ്ട്. അതായത് ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഡ്യൂ ടു സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്. സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഈ സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ് എന്ന്. സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡ്വൻറ്റീവ് എംബ്രിയോണിയിൽ പറഞ്ഞില്ലേ, ഇൻറ്റഗുമെൻറ്റിൽ നിന്നോ ന്യൂസെല്ലസിൽ നിന്നോ എംബ്രിയോ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇൻറ്റഗുമെൻറ്റിൽ നിന്നോ ന്യൂസെല്ലസിൽ നിന്നോ എംബ്രിയോ ഉണ്ടായി പോളി എംബ്രിയോണിക്ക് കാരണമാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്? സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ് ഈസ് ദ ഫോർമേഷൻ ഓഫ് പോളി എംബ്രിയോണി ഡ്യൂ to the more embryo formed from the integuments or ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൽ നിന്നോ ഇൻറ്റഗുമെൻറ്റിൽ നിന്നോ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടായി പോളി എംബ്രിയോണിക്ക് കാരണമാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ്. സോ സ്പോറോഫൈറ്റിക് ബഡ്ഡിംഗ് വഴിയും നമുക്ക് എന്തുണ്ടാകാം? പോളി എംബ്രിയോണി ഉണ്ടാകാം. അങ്ങനെ പോളി എംബ്രിയോണി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് അഡ്വൻറ്റീവ് എംബ്രിയോണി. സോ പോളി എംബ്രിയോണി ഈസ് ഓഫ് 2 types, സിമ്പിൾ പോളി എംബ്രിയോണി ആൻഡ് അഡ്വൻറ്റീവ് പോളി എംബ്രിയോണി. സിമ്പിൾ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ പോളി എംബ്രിയോണി happens due to the fertilization of more than 1 egg, and adventive polyembryony happens due to the formation of many embryos from nucellus and integuments. സോ ഇങ്ങനെ 2 തരത്തിൽ പോളി എംബ്രിയോണിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പോളി എംബ്രിയോണി സാധാരണ രീതിയിൽ ഒണിയൻ, ഗ്രൗണ്ട് നട്ട്, മാംഗോ, ലെമൺ, ഓറഞ്ച് ഇതിലെല്ലാം കോമൺ ആണ്. ലെമണിൽ ഒരു സീഡിൽ തന്നെ 2 to 40 എംബ്രിയോസ് കാണാറുണ്ട്. അതുപോലെ അല്ലിയം ഒഡോറം, there are 5 embryos develops, 1 from the zygote, normal type ആണത്, 1 from the zygote and 1 from the synergid നിന്ന് 1, 2 from the antipodal cell and 1 from the integument. ഇതിൽ നിന്നെല്ലാം എംബ്രിയോസ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതാണ് അലിയമൊഡോറത്തിൽ. അപ്പോൾ നോർമൽ ഒരു സൈഗോട്ടിൽ നിന്ന് 2 ആൻറ്റിപോഡൽ സെല്ലിൽ നിന്ന്, 1 സൈനർജിഡിൽ നിന്ന്, പിന്നെ എന്താ 2 ഇൻറ്റഗുമെൻറ്റിൽ നിന്ന്. ഇത്രയും എംബ്രിയോസ് നമുക്ക് അലിയം ഒഡോറത്തിൽ കാണാറുണ്ട്. അതുപോലെ നമ്മളുടെ സിട്രസ് പ്ലാന്റിലൊക്കെ ഒരുപാട് എംബ്രിയോസ് ഫോം ആകാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് ഇൻ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി. ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് അപ്പോമിക്സിസിൻ്റെ ഉപയോഗം എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. കൾട്ടിവേഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് ഇൻക്രീസസ് ദി പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം, നമ്മൾ ക്രോസ് പോളിനേഷനൊക്കെ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈബ്രിഡ് സീഡുകൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടും. പക്ഷേ if the seeds are collected from hybrids shown, the plants in the progeny will segregate and do not maintain the hybrid characters. പക്ഷേ നമ്മളിപ്പോൾ ഹൈബ്രിഡ് സീഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് സീഡുകൾ പിന്നെയും ഹൈബ്രിഡ് സീഡുകൾ തന്നെ പിന്നെയും നമ്മൾ വിളവിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് എല്ലാ തലമുറകളിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ദാറ്റ് മീൻസ് ക്യാരക്ടർ വിൽ ബി സെഗ്രിഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ് നമ്മളൊരു 5th ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാലേ മനസ്സിലാകുള്ളൂ. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഇപ്പോൾ നമ്മളുടെ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സിൻ്റെ ജീനോ ടൈപ്പ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ജീൻസ് ക്യാപിറ്റൽ എ സ്മോൾ എ, ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീൻസാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എ സ്മോൾ എ ആണ് അതിൻ്റെ ജീൻസ് എന്ന് വിചാരിച്ചോ. ഇത് തന്നെ നമ്മൾ സോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സ്, ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഇതിൻ്റെ ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ എ ഒരു ഗ്യാമീറ്റ്സ് ഉണ്ട്, അതുപോലെ സ്മോൾ എ ഒരു ഗ്യാമീറ്റ് ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ എ സ്മോൾ എ, ഈ 2 ഗ്യാമീറ്റുകൾ ഇവിടെയും കിട്ടും. അതുപോലെ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എ
അതുപോലെ ഇതിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എ സ്മോൾ എ, ഇതിൽ നിന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ എ സ്മോൾ എ, ഇതിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ എ സ്മോൾ എ. ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും, കാരണം നമ്മൾ 10th പഠിച്ചതാണ്. പിന്നെ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മെൻഡലിയൻ ഇൻഹെറിറ്റൻസിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാലും നമ്മൾ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് കോഴ്സ് ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഹൈബ്രിഡ് നമ്മളിങ്ങനെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ക്യാരക്ടേഴ്സ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി പാരൻറ്റ്. പാരൻ്റ് ഏതായിരുന്നു? ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയ പോജനി ഏതാ? ക്യാപിറ്റൽ എ ആണ് അല്ലേ? അതുപോലെ ഇവിടെ 2 എണ്ണം നമുക്ക് പാരൻറ്റിൻ്റെ അതേ ക്യാരക്ടേഴ്സ് തന്നെ കിട്ടി. പക്ഷേ ഇവിടെ എന്താ കിട്ടിയത്? പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ല കിട്ടിയത് അല്ലേ? അങ്ങനെ വന്നപ്പോൾ നമുക്ക് പാരൻ്റൽ ക്യാരക്ടേഴ്സ് തന്നെ എല്ലാ പോജനിയിലും കിട്ടിയോ? ഇല്ല. ചില ക്യാരക്ടേഴ്സ് മാറി, നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് വേരിയേഷൻസ് ഒക്കെ കിട്ടി, വേരിയൻ്റ് ആയിട്ടുള്ളത് കിട്ടി. ഇങ്ങനെ വന്നപ്പോൾ ക്യാരക്ടേഴ്സ് അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ളതിനെ നമ്മൾ പിന്നെയും നമ്മൾ യൂസ് ചെയ്താൽ, സോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വേറെ ക്യാരക്ടേഴ്സ് വരാം എന്നാണ് പറഞ്ഞത്. പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് ആർ കോസ്റ്റ്ലി, സോ ഹൈബ്രിഡ് സീഡ്സ് ആർ എക്സ്പെൻസീവ്. അത് നമുക്കറിയാം. ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡിൻ്റെ സീഡുകളും എക്സ്പെൻസീവ് ആണ്. If these seeds are made into അപ്പോമിക്സ്, അതായത് അപ്പോമിക്സിലൂടെ നമ്മൾ ഈ എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കൊടുത്ത് ഇതേ സീഡുകൾ നമ്മൾ അപ്പോമിക്സിലൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ വേരിയേഷൻസ് ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടാതെ അതേ പാരൻറ്റിൻ്റെ അതേ ക്യാരക്ടേഴ്സ് നമുക്ക് അപ്പോമിക്സിലൂടെ ഡെവലപ്പ് ചെയ്യാം. സോ ഹൈബ്രിഡ് സീഡുകളുടെ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോമിക്സസ് വഴി ഈ ക്യാരക്ടേഴ്സ് അപ്പോമിക്സസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് ഹൈബ്രിഡ് സീഡുകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സീഡുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പോമിക്സിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കാനുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, പോളിനേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് പോളിനേഷൻ, അതുപോലെ തന്നെ ഏത് പോളിനേഷൻ്റെ ഓരോ പോളിനേഷൻ്റെയും അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, എൻഡോസ്പേം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എംബ്രിയോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഫ്രൂട്ട്, സീഡ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ടൈപ്പ് ഓഫ് ജെർമിനേഷൻ പഠിച്ചു. അങ്ങനെയെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ സെഷനോടെ നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് എൻഡ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസൊക്കെ തനിയെ ചെയ്യണം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം.